നല്ല രസമുള്ള സംഗതിയാ. മൂപ്പര് ആദ്യം ഒന്ന് വയസ്സറിയിച്ചു. മൂപ്പരുടെ വയസ്സ് പറഞ്ഞു. വയസ്സ് പറഞ്ഞിട്ട് എത്രയാ പറഞ്ഞത്? വയസ്സ് പറഞ്ഞത് ഞാനൊരു 47ഓളം വയസ്സ് എനിക്കുണ്ട്. 1959 ഞാൻ ജനിക്കുന്നത്. 1959 ഞാൻ ജനിക്കുന്നത്. എനിക്ക് വയസ്സ് 47 ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചോ. ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ലേ? കിട്ടി. ഇപ്പൊ വയസ്സറിയിച്ചു. ഇനിയോ എന്നിട്ട് മൂപ്പര് പറയണ എന്റെ നാട്ടിൽ പോയിട്ടേ നിങ്ങളുടെ മൗലവിനേട്ടേ ഞാൻ എത്ര മുട്ടിയത് നാട്ടിനോട് പറയാ. എപ്പോ ആദ്യം ഇപ്പൊ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വയസ്സൊന്ന് അറിയിക്കാം. 965 ഇനി ബാക്കി നിങ്ങൾ എത്ര കൂട്ടിക്കോളൂ. 965 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ എത്ര 42 എത്ര വരിക? എത്ര കൂട്ടിക്കോളൂ. അപ്പൊ ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന് മൂപ്പര് മൂത്തതാന്ന് മനസ്സിലായില്ലേ? ശരി, ഇനി മൂപ്പര് പറയുന്നത് എന്തിനാ? ഇതൊക്കെ നിസ്സാര നാട്ടിൽ ജനങ്ങളോട് പോയിട്ട് ബീമ്പിളക്കാണ്. എന്താ അറിയോ? ഞാൻ പുല്ലൂക്കരയിൽ കുട്ടിയായിരിക്കുമ്പോ ഓതി പഠിക്കുമ്പോ ഈ മൗലവിനെ ഞാൻ കടവത്തൂര് വെച്ചൊരു മുട്ടാണ് മുട്ടിയിട്ട് ഇയാൾ പിന്നെ ഷാർജി പോയിട്ടാ പിന്നെ പൊങ്ങിയത്. പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ നാരാപുരത്ത് വെച്ച് കാണേട്. 15 കൊല്ലം കഴിഞ്ഞിട്ട് നാരാപുരത്ത് വെച്ച് കാണേട്. എപ്പോ മൂപ്പര് എപ്പോഴാ എന്നോട് മുട്ടുന്നത്? കടവത്തൂരിൽ വെച്ച്. മൂപ്പര് കുട്ടിയായിരിക്കുമ്പോ പുല്ലൂക്കര ഓതി പഠിക്കുമ്പോ. എത്രയാ കുട്ടിക്ക് വയസ്സ്? ഇപ്പൊ എത്ര കൊല്ലം? ഇപ്പൊ എത്ര മൂപ്പര് വയസ്സ്? 15 കൊല്ലം മുമ്പത്തെ വയസ്സ് എത്ര? 47 15 പോയാൽ എത്രയാ പറയും നിങ്ങള്? എത്ര വയസ്സായി? 47 നിന്നൊരു 15 പോട്ടെ. അത്ര വയസ്സുള്ളപ്പോ മൂപ്പര് പുല്ലൂക്കരയിലെ കുട്ടിയാണ്. എന്നിട്ട് ഈ വലിയവനാകുന്ന വലിയ മൗലവിനെ മുട്ടിയിട്ട് ഷാർജയിൽ കാണ്ട് തട്ടിയിട്ട് ഇപ്പൊ പൊങ്ങാണ് 15 കൊല്ലം കഴിഞ്ഞിട്ട്. ആ പറയുന്ന രംഗൊന്ന് കേട്ടോളി നിങ്ങൾ. പണ്ടെന്റെ കുട്ടിക്കാലത്ത് ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ പോകുന്ന കാലത്ത് കടവത്തൂർ ഭാഗത്ത് ഈ മൗലവി ഞാനും തമ്മിൽ മുട്ടിയിരുന്നു. മൗലവി അന്ന് കടന്നതാണ് ഷാർജയിലേക്ക്. പിന്നെ മൗലവിയെ കണ്ട പിന്നെ ഇപ്പൊ അടുത്ത് നാദാപുരത്ത് 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോ മുട്ടി. പിന്നെ ഇപ്പൊ 15 കൊല്ലം കഴിഞ്ഞിട്ട് കാണുകയാണ്. 32 വയസ്സുള്ള കുട്ടി പുല്ലൂക്കരയിൽ ഓതി പഠിക്കുകയാണ്. 32 വയസ്സുള്ള കുട്ടി. എന്നിട്ടോ അന്ന് 27 വയസ്സുള്ള ഈ വലിയ മൗലവിനായിട്ട് ഞാൻ മുട്ടി. എന്നെ മൗലവി ഷാർജയിലേക്ക് ഓടി. ഇപ്പഴാ കാണുന്നത് അമ്പടാ. നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു ഇയാളെ ഷാർജയിലേക്ക് പറഞ്ഞയച്ചതപ്പോ പേരോടാണല്ലേ. അതാ ഷാർജയിലേക്ക് മുങ്ങാൻ കാരണല്ലേ. ജനങ്ങളാകെ അജബായി. ഇത് ഈ ഉള്ളവനെ സംബന്ധിച്ച് മാത്രമല്ല ഇയാൾ ഈ ബടായി പറയാറുള്ളത്. ഇയാളിങ്ങനെ ബഹുമാനത്തോടു കൂടി പറയുന്ന കീഴനയില്ലേ, കീഴന ഉസ്താദിനോട് മൂപ്പര് കുട്ടിയായിരിക്കുമ്പോ, ഒരു കുട്ടിക്കാലത്ത് തന്നെ വലിയ കുത്തുബുൽ അഖ്താബാന്ന് മനസ്സിലാകാനാ. കുട്ടിയായിരിക്കുമ്പോ തന്നെ കീഴനയുടെ അടുത്ത് പോകത്രേ. എന്തിനാ? കീഴന മൂപ്പരെ വിളിക്കുന്നു. ഈ കുട്ടിനെ വിളിച്ചിട്ട് കീഴനയും മൂപ്പരും കൂടി എന്താണ് അങ്ങും സംശയം ചോദിക്കുന്നു. കുട്ടി കീഴനോട് ചോദിക്കുന്നു, കീഴന കുട്ടിനോട് ചോദിക്കുന്നു. അപ്പൊ അങ്ങും സംശയം ചോദിക്കലും മൂപ്പര് കീഴനോട്. കേട്ടോളൂ ആ ഭാഗം. അന്ന് ചോദിച്ചത് ഫിത്ർ സക്കാത്ത് സംഭരിച്ച് വിതരണം ചെയ്യുന്നതിന്റെ മസാലകളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ കീഴന ഉസ്താദിന്റെ ശിഷ്യന്റെ അടുക്കൽ ഓതി പഠിക്കുന്ന കാലമാണ്. ഞാൻ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. കണ്ടോ? പുല്ലൂക്കരയിൽ ഓതി പഠിക്കുന്ന കാലത്ത് കുട്ടിയാണ്. ഉസ്താദിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിച്ചു. അപ്പൊ അങ്ങോട്ടും ചോദിക്കുന്നു, അവിടെ ഇങ്ങോട്ടും ചോദിക്കുന്നു. കുട്ടിയല്ലേ, കുട്ടിമുല്ലയല്ലേ, കുട്ടിമല്ല, കുട്ടിയാലിമല്ലേ, അല്ലാമ. വേറൊരാളേറ്റ് മുട്ടി അയാളെ തട്ടി ഷാർജയിലേക്ക് ഇപ്പളാ പൊങ്ങിയത് എന്നൊക്കെയല്ലേ. അപ്പൊ അന്നേണ്ട് എല്ലാവരായിട്ടും മൂപ്പര് കുത്തുബുൽ അഖ്താബാണ്. എല്ലാവരുടെ അടുക്കൽ പോയി അങ്ങും ഇങ്ങൊക്കെ സംശയിക്കും. കുട്ടി എന്നൊരു പ്രശ്നമല്ല. കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് മസലയാ ചോദിച്ചത്? ഫിത്ർ സക്കാത്തിന്റെ മസല. എന്നിട്ടും നിങ്ങൾക്ക് അത് പഠിഞ്ഞില്ലല്ലേ? ഫിത്ർ സക്കാത്തിന്റെ മസല പഠിഞ്ഞില്ലേ? എനിക്ക് ഇയാളെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് ഇതിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു റിപ്പോർട്ടറെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പേരോടിന് അറിയാമായിരിക്കും. തൽക്കാലം ഒന്ന് കാണാം ആളെ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം. അതാ ആ കണ്ണട വെച്ച് തൊപ്പി വെച്ച ആള്. അത് ആരാന്ന് ഞാൻ പറയേണ്ടതില്ല. പേരോട് കണ്ടിട്ട് അടുത്ത പ്രസംഗത്തിൽ പറയട്ടെ ആരാണ്. എന്താണെന്നറിയോ? അബൂദാബിയിലെ അവിടുത്തെ സുന്നികളുടെ കയ്യിൽ നിന്ന് ഈ പേരോട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഫിത്ർ സക്കാത്ത് ഇവിടെ പണമായിട്ട് വാങ്ങാൻ പാടില്ല, മുജാഹിദിന്റെ പരിപാടിയാണ്, സംഘടിതമായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന പേരോട് അവിടെ വെച്ചതാ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 15 ദിർഹം വീതം ഫിത്ർ സക്കാത്തിന്റെ സംഖ്യ ഈടാക്കിയിട്ട് അത് സിറാജുൽ ഹുദയിലേക്ക് അക്കൊല്ലത്തെ ആ ഫണ്ട് സിറാജുൽ ഹുദയിലേക്ക് കൊണ്ടുവന്നു.
പ്രശ്നോട് പ്രശ്നമായി. എന്തൊക്കെ പ്രശ്നമായിരുന്നു ഇൻഷാ അല്ലാഹ് ഇപ്പം സമയമല്ല. ഈ CD പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് മജീദ് നദ്വി എന്നാണ്, ഈ അടുത്ത കാലത്താണ് അദ്ദേഹവുമായി പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന് ആരോടൊക്കെയായിരുന്നു ബന്ധമുണ്ടായിരുന്നത്, ഏതൊക്കെ മുസ്ലിയാക്കന്മാരുമായിട്ട് അറിയാം, അതൊക്കെ വിശദമായി അദ്ദേഹം തന്നെ ഇൻഷാ അല്ലാഹ് ഒരു അഭിമുഖത്തിലൂടെ പറയും. പേര് അബ്ദുൽ മജീദ്, പരപ്പനാടിക്കടുത്ത പ്രദേശമായ പാർത്തിങ്ങലാണ് സ്വദേശം. നാട്ടിൽ മദ്രസ പഠനം കഴിഞ്ഞതിന് ശേഷം ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെയുള്ളൂ. അതിന് ശേഷം പള്ളി ദർസിലായിരുന്നു പഠനം. പള്ളി ദർസിൽ പ്രഗത്ഭരായ ഉസ്താദന്മാരുടെ അടുത്തൊക്കെ ഓടി പഠിച്ചു. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ ഉസ്താദായ സൈദാലി മുസ്ലിയാർ നന്നമ്പ്ര, അവരുടെ അടുത്ത് മുസൽ ഫൈസി, ഇവരുടെ നിന്നൊക്കെയാണ് കിതാബ് ഓതി പഠിച്ചത്. പിന്നെ വെറുതെ പള്ളി ദർസിൻ്റെ പഠനത്തിന് ശേഷം കോളേജിൽ പിന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ലക്നൗവിലേക്ക് ദാറുൽ ഉലൂമിലേക്ക് പോയി. അപ്പോൾ ദാറുൽ ഉലൂമിലേക്ക് പോകുന്നത് വരേക്കും ഒരു യഥാർത്ഥ ഒരു നാട്ടിലെ അറിയപ്പെട്ട ഒരു പിന്നെ AP ഭാഗത്തിൻ്റെ പ്രവർത്തകനായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. SSFൻ്റെ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്തെത്തുകയും അതിന് ശേഷം ജില്ലാ SSൻ്റെ മെമ്പറായിട്ടെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമേ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ പിഴച്ചവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് പഠിക്കാനൊരു അവസരം സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. അതിനുശേഷം ലക്നൗവിലേക്ക് പോയതിൻ്റെ ശേഷമാണ് ലക്നൗവിലെ ലൈബ്രറിയിൽ നിന്ന് കുറേ ബുക്കുകളും കിതാബുകളെല്ലാം നോക്കി അപ്പോഴാണ് കാര്യങ്ങളുടെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിശാലമായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. SSF വളർന്ന സമയത്ത്, SSFും SKSും വളർന്ന സമയത്ത് പോലും SSFന് സജീവമായി പ്രവർത്തിച്ച ആളാണ്. അവിടെ നിന്ന് ലക്നൗ പഠനം കഴിഞ്ഞു. പിന്നെ സൗദിയിലായിരുന്നു. സൗദിയിൽ ഏകദേശം 6 വർഷം സൗദിയിലെ ജീവിതത്തിൻ്റെ ശേഷം യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ ആശയം മനസ്സിലാക്കിയെങ്കിലും പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാര്യങ്ങളുടെ വിശദാംശങ്ങൾ, യഥാർത്ഥ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആണെങ്കിലും ശേഷം നമ്മൾ അതിന് ശേഷം അബുദാബിയിൽ പിന്നെ ഞാനൊരു നേരത്തെ സുന്നി പ്രവർത്തനായി അറിയപ്പെട്ടതിൻ്റെ പേരിൽ അവിടെ അബുദാബി ഈ SYSൻ്റെ കീഴിലുള്ള ഒരുവിധം ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് അബുദാബി പിന്നെ ബനിയാസി ഏരിയകളിലുള്ള ക്ലാസ്സുകളൊക്കെ SYSൻ്റെ കീഴിലുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയങ്ങളിൽ വെട്ടിച്ചിറ മജ്മഅന് വേണ്ടി പോലും പിന്നെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്നു. മജ്മഅൻ്റെ പ്രാസംഗികനായിക്കൊണ്ടും തല്ലത്തുൽ അൻസാരി പോലത്തെ പള്ളികളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അബുദാബിയിൽ. അങ്ങനെ അവരെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് എന്ന പേര് പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള സമസ്ത സുന്നികളുടെ വാക്കുകളും പ്രവൃത്തികളും എത്രത്തോളം തമ്മിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഉള്ള ജീവിത സമയത്താണ്. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം മൂപ്പര് നാട്ടിൽ വന്നാൽ മൂപ്പര് അനുയായികളും പറയുന്നത് സുന്നികളല്ലാത്ത ആരോടും നമ്മൾ ബന്ധപ്പെടുവാനോ സംസാരിക്കുവാനോ അവരുടെ കൂടെ അവർക്ക് സലാം പറയാനോ അവരുമായി ഇടപഴക്കം പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വന്നാൽ തബ്ലീഗ് ജമാഅത്ത് പോലത്തെ വിദഈ പ്രസ്ഥാനക്കാരെന്ന് അവർ അവകാശപ്പെടുന്ന ആളുകളുമായിട്ടാണ് അവർ കൂടുതൽ സമ്പർക്കം പുലർത്തുന്നതും അവരിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതും അവരിൽ നിന്നാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ സലാം പറയുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ ഒരു പ്രവർത്തനം നാട്ടിലേക്ക് വരുമ്പോൾ അത് തെറ്റായി ഹറാമായി ചിത്രീകരിച്ചിട്ടാണ് ജനങ്ങളിൽ ഒരു പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിനിടയിലാണ് നമ്മളെ ഹുസൈൻ സലഫി പറഞ്ഞ ഫിത്ർ സക്കാത്തിൻ്റെ പ്രശ്നം. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അബുദാബിയിൽ അതുവരേക്കും അവർ അവിടുത്തെ അരിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സാധാരണ അവർ പറയാറെന്ന് പറഞ്ഞാൽ അരിയല്ലാത്ത നിലക്ക് പൈസകൾ പിരിക്കുന്നു, അത് മറ്റൊരുത്തനെ സക്കാത്തായി കൊടുക്കുന്നു, ഏൽപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. അതൊക്കെ വിദഈ പ്രസ്ഥാനക്കാരുടെ പിന്നെ ശൈലികളാണ്, നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല. ഇതൊക്കെയായിരുന്നു ആദ്യകാലത്തെ അവരുടെ പ്രബോധനങ്ങൾ. ഈ പ്രചരണങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് തന്നെ ഒരു സമയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി UAE വരികയും അവർ SYSൻ്റെ ഓഫീസിൽ ഒരു നോട്ടീസ് ഒതുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് എല്ലാവരും 15 ദിർഹം തോതിൽ ഓഫീസിലേക്ക് എത്തിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് അരിയല്ലാത്ത നിലക്ക് നാണയങ്ങളായി സ്വീകരിക്കാൻ പാടില്ല.
അവരുടെ കിതാബിൽ ലാ യജൂസു നഖ്ദു ഫീ മദാബി ഷാഫി എന്നൊക്കെ അവരുടെ കിതാബിൽ കാണാം. അപ്പോൾ ഈ കണക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഷാഫിയാക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും 15 ദിർഹംസ് വാങ്ങിയത് യോജിച്ചതല്ല, ഉചിതമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഈ മദ്ഹബിനെതിരല്ലേ, നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഫിത്ർ സക്കാത്തുകൾ അരിയായി സ്വീകരിച്ചാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പം അതിനെ നമ്മൾ തുകയായിട്ട് അല്ലെങ്കിൽ പൈസയായി സ്വീകരിച്ചാൽ അത് നമ്മളെ കോളേജിനും നമ്മളെ സ്ഥാപനങ്ങൾക്കും ഉപകരിക്കും എന്ന ഒരു താൽക്കാലിക ഒരു വ്യാഖ്യാനം കണ്ടെത്തിയിട്ടാണ് ആ 15 ദിർഹംസ് അവിടെ വാങ്ങിയത്. അതിനെ സംബന്ധിച്ച് പ്രവർത്തകന്മാരുടെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും കോളുകൾക്കും സൃഷ്ടിച്ച്, മാത്രമല്ല നമ്മൾ ഇങ്ങനെ 15 ദിർഹംസ് പൈസയായി സ്വീകരിക്കുകയും അത് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ രാജ്യത്തുള്ള മുജാഹിദീങ്ങളും അതുപോലെ തന്നെ സുന്നികളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ പ്രവർത്തകന്മാർ ചോദിക്കാൻ തുടങ്ങി. ഈ പ്രശ്നം സങ്കീർണമായപ്പോൾ ആ ഒരു വർഷത്തിൽ പൈസ വാങ്ങൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ രണ്ടാമത്തെ വർഷമായപ്പോൾ അത് ഒരിക്കലും വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു തിരുത്തിയ ഫത്വയുമായിട്ടാണ് രംഗത്ത് വന്നത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പഠിച്ചതനുസരിച്ച് അവർ പറയുന്നില്ല, അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ മസല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പൂർണ്ണമായിട്ടും ആ പാർട്ടിയിൽ നിന്ന് മാറി നിന്നത്. കുറേ കാലം പാർട്ടിയിൽ നിന്ന് മാറി നിന്നെങ്കിലും ഈ ഭാഗത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു. എന്നാൽ ഈ ഭാഗത്തിലോട് ഒട്ടും ഒരു നേതൃസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയും പോയിട്ടില്ല. എന്നാൽ ഈ ഭാഗത്തിൻ്റെ സ്റ്റേജുകളിലൊക്കെ കുറേ പ്രസംഗിച്ചിട്ടുമുണ്ട് ഈ സമയങ്ങളിൽ. അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ വിദേശത്ത് നിന്ന് ഞാൻ തിരിച്ചു വന്നതിൻ്റെ ശേഷം ഒരുവിധം പള്ളികളിലൊക്കെ ജോലി ചെയ്തു. ആ പള്ളികളിലൊക്കെ നമ്മൾ പറഞ്ഞതെന്തായിരുന്നു, നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് പറയുന്ന സമയത്തൊക്കെ 3 മാസം 4 മാസം മാത്രമേ നമുക്ക് എത്രയുള്ളൂ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ പള്ളികളിൽ. കാരണം തൗഹീദ് ഉറച്ച് പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉറൂസുകൾ, നേർച്ചകൾ, അതുപോലെ തന്നെ കുത്തുബിയത്ത്, റാത്തീബ്, അതുപോലെ ഹദ്ദാദ് പോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയത് ഇദ്ദേഹം ഒരു സുന്നിയല്ലാത്ത പ്രസ്ഥാനക്കാരനാണെന്ന് അവകാശപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്താക്കിയിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിതാബുകളിൽ നിന്ന് നമ്മൾ പഠിച്ച യഥാർത്ഥമായ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്താകും. അതുകൊണ്ടായിരുന്നു ഈ 3-4 മാസത്തിൽ അതിന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് എൻ്റെ ജീവിത അനുഭവത്തിൽ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലയൊരു സ്ഥലത്ത് സ്വലാത്തിൻ്റെ പ്രശ്നം, അതുപോലെ അന്നും ഞാൻ സുന്നി പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രസതപ്പുകാരായ കുറേ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, സ്കാരത്തിൻ്റെ 3 സ്വലാത്ത്. അപ്പം ഞാൻ എസ്എഫിൻ്റെ കുട്ടിയോട് ചോദിച്ചു, ഞാൻ സ്വലാത്ത് ചെല്ലാം, പക്ഷെ അതൊരു കൽപ്പനയുടെ സ്വരത്തിലാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഈ റൂമിൽ കാണുന്ന ഇത്രയും കിതാബുകൾ ഷാഫി മദാബിൻ്റെ കിതാബുകളാണ്. ഈ കിതാബുകളിൽ എവിടെയും നമസ്കാര ശേഷം ഇങ്ങനെ സ്വലാത്ത് ചെല്ലണം എന്നുള്ള ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം, നിങ്ങളത് കാണിച്ചു തരും. അല്ല ഞങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവരാം, ഞങ്ങൾക്കറിയാം, ആ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് അതെനിക്കൊരു തെളിവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, എനിക്കതിനൊരു വിരോധവും ഇല്ല. പക്ഷേ ഞാൻ ഇമാമാണെന്നൊക്കെ നിങ്ങൾ ഈ കൽപ്പന ഞാൻ സ്വീകരിക്കണമെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നോട് ചോദിക്കുമെങ്കിൽ വ്യക്തമായിട്ട് തെളിവ് പറയണം, അതെനിക്കൊരു തെളിവ് എനിക്ക് കണ്ടെത്തണം. തെളിവ് കൊണ്ടുവരാതെ അവരെന്തായി പ്രശ്നങ്ങൾ കൂടുതലാക്കി, ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, അടിയാക്കി, എന്നോട് ഇറങ്ങി വാടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അവിടെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് കമ്മിറ്റി ഒരു അടിയന്തിരമായി ഒരു മീറ്റിംഗ് യോഗം വിളിച്ചു. ആ യോഗത്തിൽ കമ്മിറ്റിയിൽ 2 വിഭാഗം, അഥവാ AP വിഭാഗം അതിലുണ്ട്, EK വിഭാഗക്കാരുണ്ട്. അപ്പോൾ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒരു സാമാന്യ നിലയ്ക്ക് മര്യാദയിൽ അദ്ദേഹം ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഇത് ഇന്നല്ല പല സമയങ്ങളിലും പല മുസ്ലിയാക്കന്മാർ ഇമാമികൾ മാറി മാറി വരുന്ന സമയത്തൊക്കെ ഈ സ്വലാത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ മുസ്ലിയാക്കന്മാർ പോകാറാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു അന്തിമമായ തീരുമാനം നമുക്ക് കണ്ടെത്തണം, ഇത് ശരിയാണോ അല്ലേ, ഇതിൻ്റെ യഥാർത്ഥ വശം ഇതറിയണം. നമ്മൾ എന്താണ് 2 വിഭാഗം പണ്ഡിതന്മാരെയും എന്താക്കുക സമീപിക്കാം ഈ സ്വലാത്തിൻ്റെ അടിസ്ഥാനത്തെ സംബന്ധിച്ച്. അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്ന് തന്നെ അന്വേഷണ കമ്മിറ്റി എന്നുള്ള 2-3 വ്യക്തികളെ, അഥവാ AP ഭാഗത്തു നിന്ന് EK ഭാഗത്തു നിന്നും അന്വേഷണ കമ്മിറ്റി തിരഞ്ഞെടുത്തു. ഇവർ EK ഭാഗത്തിൻ്റെ ആളുകളോട് ചോദിച്ചപ്പോൾ EK ഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ, അഥവാ കണ്ണൂർ ജില്ലയിലെ ഹാഷിം തങ്ങൾ, അതുപോലെ തന്നെ അബ്ദുസ്സലാം മൗലവി പോലത്തെ EK ഭാഗത്തിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അങ്ങനെ ഒരു സ്വലാത്തില്ല, അങ്ങനെ പ്രവാചകൻ സുന്നത്തായി കൽപ്പിച്ചൊരു സ്വലാത്ത് നമുക്ക് നിസ്കാരത്തിന് ആവശ്യമില്ല, അത് വിദാത്താണ് എന്ന് അവർ പറഞ്ഞു. AP ഭാഗത്തിൻ്റെ ആളുകളോട്, അഥവാ ചിത്താരി ഹംസ മുസ്ലിയാർ പോലത്തെ ആളുകളോടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ആ സ്ഥലത്ത് വന്നപ്പോൾ ആ പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉസ്താദെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി കിടക്കുന്നൊരു സ്വലാത്തുണ്ട്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം?
അങ്ങനെ സ്വലാത്തുണ്ടോ നമസ്കാരം? ഞങ്ങളൊന്നും അങ്ങനെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയുന്നില്ല. ആരാണ് സ്വലാത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പം പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു SSFകാരായ കുട്ടികൾ തന്നെയാണ് സ്വലാത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെന്തിനാണ് അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലല്ലേ, നമ്മളത് പറയുന്നില്ലല്ലേ, എന്തിനാണ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ AP ഭാഗത്തിൽ നിന്നും EK ഭാഗത്തിൽ നിന്നും അവർ സ്വരൂപിച്ചെടുത്ത ഒരു മസല, ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം ഒരു സ്വലാത്തില്ല. അങ്ങനെ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഈ സ്വലാത്തിനൊരു അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് ഈ 26 വർഷക്കാലം നമ്മൾ പാരമ്പര്യം നോക്കിയിട്ടല്ല ദീന് നടപ്പിലാക്കുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനമില്ല എന്ന് നമ്മൾ അംഗീകരിക്കുന്ന 2 വിഭാഗം സുന്നി പണ്ഡിതന്മാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വലാത്തിന് വേണ്ട എന്ന് അവിടെ മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്തു. അതോടുകൂടി അവിടെ സ്വലാത്ത് നിന്നു. പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിൽ നിന്ന് തന്നെ AP ഭാഗക്കാരായ ഒരു 4-5 ആൾക്കാർ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥ വശം തെളിവുകൾ, പ്രാമാണികമായ രേഖകൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും, അല്ലെങ്കിൽ രേഖകൾ തെളിഞ്ഞിട്ട് പോലും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഞങ്ങളെ പാർട്ടി ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇമാം ആളുകൾ ഇറങ്ങിപ്പോയത്. അതിന് ശേഷം എന്നെ സ്വലാത്ത് വിരോധിയാക്കി. ഞാൻ സ്വലാത്ത് ചെല്ലാത്ത ആളാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്തിനെ എതിർക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. മാത്രമല്ല അതിൻ്റെ മേലിൽ അടിക്കാനും കുത്താനും വന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് നടക്കുന്നത്, പിന്മാറി വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ, അന്നും ഞാൻ സുന്നികളുള്ള സമയത്താണ്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും വിഷമങ്ങളും അനുഭവിച്ചത് പ്രസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ചോദിച്ചാൽ നമ്മൾ പഠിച്ച യഥാർത്ഥ വശങ്ങൾ ജനങ്ങൾ മുമ്പിൽ തുറന്നു പറഞ്ഞതാണ് നമുക്ക് കാര്യങ്ങൾ ഇത്ര സങ്കീർണമായത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ലാഭങ്ങൾക്ക് വേണ്ടി അവർ മസല അങ്ങോട്ടും ഇങ്ങോട്ടും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഓരോ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഇപ്പം സ്ത്രീകളെ തൊട്ടാൽ ഉളു മുറിയുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ഔറത്ത് തൊട്ടാൽ ഉളു മുറിയുന്ന വിഷയത്തിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അവരെ നഖശിക്കാതെ എതിർക്കാറുണ്ട്. ഇപ്പോൾ ഫാത്തിഹയിൽ ബിസ്മി ഓതാത്തതിൻ്റെ കാര്യത്തിൽ, അതുപോലെ കൈ കെട്ടുന്ന വിഷയത്തിൽ, ഇതൊക്കെ എതിർക്കുന്ന ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മളെയാണ്. എന്നാൽ നമ്മൾ പറയുന്നത് നമ്മൾ എതിർക്കുന്ന മുമ്പ് എന്തുകൊണ്ട് ഹനഫി എതിർക്കുന്നില്ല? കാരണം നമ്മൾ ബിസ്മി ഓതാത്തവരല്ല, ഓതുന്നവരാണ്. ഉച്ചത്തിൽ ഓതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉച്ചത്തിൽ ഓതാതെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മളുടെ നമസ്കാരം സഹിയല്ലെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ കൈ ഹനഫി അബൂ ഹനീഫയുടെ മദഹബിൻ്റെ കിതാബായ കിതാബുൽ ഹിദായയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഷാഫിക്കാർ കൈ കെട്ടുന്നത് അലസ്വദർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായി. അല്ല ഹദീസ് വായിലുൻ അജറിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അലസ്വദർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ അലസ്വദർ എന്ന ഹദീസിനെ ഗണ്ണിച്ചുകൊണ്ട് ഹനഫിക്കാർ അതിനെന്ത് പറയുന്നുണ്ട്, അത് പൊക്കളിൻ്റെ താഴെ ആക്കലാണ് ഏറ്റവും വലിയ താളീം. പടച്ച തമ്പുരാനുള്ള ഏറ്റവും വലിയ ബഹുമാനം താളീം എവിടെയാണ്? പൊക്കളിൻ്റെ താഴെ കൈ കെട്ടലാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഷാഫിയുടെ വാദത്തിന് ഗണ്ണിച്ചുകൊണ്ട് അബൂ ഹനീഫയുടെ ആൾക്കാർ അതുണ്ടാക്കുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകളൊക്കെ അഥവാ മുജാഹിദീങ്ങൾ എതിർക്കുന്ന ഏതെല്ലാം ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളൊക്കെ മറ്റൊരു മദ്ഹബിൽ ആ കാര്യങ്ങളുണ്ട്. ആ മദ്ഹബിനെ അവർ എതിർക്കുന്നുമില്ല. ഏതെങ്കിലും മദ്ഹബിലുണ്ട്. നമ്മൾ ഉദാഹരണം മുജാഹിദിലുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു മദ്ഹബിലുണ്ട്. ഇപ്പോൾ പേരോട് ഏറ്റവും അധികം പ്രശ്നമാക്കിയ ഒരു വിഷയമാണ് ഫാത്തിഹയുടെ മുമ്പ് നമസ്കാരത്തിൽ ബിസ്മി ഓതിയിട്ടില്ല എന്നുള്ള പ്രശ്നം. കൂട്ടുപ്രാർത്ഥനയുടെ കാര്യം, കൂട്ടുപ്രാർത്ഥന ഒട്ടുമില്ല, ഷാഫി മദ്ഹബിലേ ഇല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ബിസ്മിയുടെ കാര്യം, കുനൂത്തിൻ്റെ കാര്യം, ഷാഫികൾ ബിസ്മി ഓതണം അല്ലെങ്കിൽ കുനൂത്ത് ഓതണം സമർത്ഥിക്കുന്ന ഏതെല്ലാം ഹദീസുകളുണ്ടോ ആ ഹദീസുകളൊക്കെ അവർ ശരിക്കും ലൈഫാക്കുന്നുണ്ട്. നമ്മൾ ഹദീസ് ലൈഫാന്ന് പറയുമ്പോഴാണ് ഇവർ എന്താകുന്നത്, ഈ ചൊറിച്ചിൽ കൂടുന്നത്. അതേ സ്ഥാനത്ത് അനഫികൾ അത് ശരിക്കും സമർത്ഥിക്കുന്നുണ്ട് ഹദീസ് ലൈഫാണെന്ന്. അപ്പോൾ ഈ ഒരു അനഫികൾ സമർത്ഥിക്കുമ്പോൾ ഇവർ അനഫികളോട് ഗണ്ണിക്കുന്നില്ല, തർക്കിക്കുന്നില്ല. അത് നമ്മളാണ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം അന്തരം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം മുജാഹിദിനെ ഈ വിഷയത്തിൽ എതിർക്കുകയും ഇതേ ആശയം അനഫികളോ അല്ലെങ്കിൽ മാലിക്കിയാക്കളോ അല്ലെങ്കിൽ ഹംബലിയാക്കളോ ചെയ്യുമ്പോൾ അതൊരു തെറ്റില്ലതാനും. അതിന് മുസ്ലിയാക്കന്മാർ കണ്ടെത്തുന്ന മറുപടി എന്താണ്? മുജാഹിദീങ്ങൾക്ക് മദ്ഹബില്ല, മദ്ഹബില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. മദ്ഹബ് ഉണ്ടെങ്കിൽ ഈ വാദം എന്തെല്ലാം ഞങ്ങൾ എതിർക്കുന്നുമില്ല. അപ്പോൾ അവരെ കണ്ടെത്തൽ പറഞ്ഞാൽ ഒരു മദ്ഹബിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവനക്ക് എന്തും ചെയ്യാം. എന്താണ്? അവൻ ഹനഫിയാണ്, അല്ലെങ്കിലോ അവൻ ഷാഫിയാണ്, അല്ലെങ്കിൽ അവൻ മാലിക് അല്ലെങ്കിൽ ഹംബലിയാണ്. പിന്നെ മുജാഹിദുകാരെ സംബന്ധിച്ച് ആ മുജാഹിദുകാരൻ ഹംബലി എന്ന് പറയുന്നില്ല, ഷാഫി എന്ന് പറയുന്നില്ല, മാലിക് എന്ന് പറയുന്നില്ല. താൽക്കാലികമായി എന്താണ് നമ്മൾ സുന്നി ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ തൗഹീദ് പറയാം, ഈ വിദാത്തും സുന്നത്തും മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു അഭിപ്രായക്കാരനായിരുന്നു. അങ്ങനെ അതുകൊണ്ടായിരുന്നു എല്ലാ സുന്നി പള്ളികളിലും ഒരുവിധമൊക്കെ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ അവസാനം ഈ കർണാടക സ്റ്റേറ്റിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ അവിടെ
പള്ളി ഓപ്പനിങ് ഉദ്ഘാടനത്തിൻ്റെ ശേഷം 2ാമത്തെ മാസം വരുന്നത് റബീഉൽ അവ്വലാണ്. അപ്പോൾ ഈ റബീഉൽ അവ്വലിൽ ഈ 4 വെള്ളിയാഴ്ചയും എൻ്റെ പ്രസംഗം ഇത്തിബാഉർ റസൂലിനെ പറ്റിയാണ്. അപ്പോൾ ഇത്തിബാഉർ റസൂൽ ശരിക്ക് അവതരിപ്പിച്ചപ്പോൾ ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതിൽ മൗലൂദില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ആചാരങ്ങൾ ഇത്തിബാഉർ റസൂലല്ല എന്നവർ സ്വയം മനസ്സിലാക്കിയിട്ട് പള്ളിയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഈ പള്ളിയിൽ മൗലൂദില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം, എന്തതിനെ പറ്റി നമുക്ക് എന്താണ് അതിൻ്റെ മസാല നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മൾ അദ്ദേഹം വന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ്, അങ്ങനെ മൗലൂദ് എന്നുള്ള ആചാരം പ്രവാചകൻ്റെയോ സ്വഹാബത്തിൻ്റെ കാലത്തിൽ അത് പിൽക്കാലത്തുണ്ടായ ഒരു വിദാത്ത ആചാരമാണ്. അപ്പോൾ ആളുകൾക്ക് പ്രവാചകനെ സംബന്ധിച്ചല്ലേ അറിയേണ്ടത്, അതിനെ ഒരു കാര്യം ചെയ്യാം, പ്രവാചകൻ്റെ ജീവചരിത്രത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു 2-3 ദിവസം പ്രവാചകൻ്റെ ജീവചരിത്രം നമുക്ക് അറിയുന്ന നിലക്കുള്ള ഒരു പ്രഭാഷണം നടത്തി. എന്നാലും മങ്കൂസ് മൗലൂദ് തന്നെ ഓതണം എന്നുള്ളൊരു വാദവുമായി മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അങ്ങനെ മങ്കൂസ് മൗലൂദ് ഓതണമെങ്കിൽ നമുക്ക് കിതാബിൽ കാണണം. മങ്കൂസ് മൗലൂദ് ഓതാത്തവൻ എന്തല്ല ഒരു യഥാർത്ഥ സുന്നിയല്ല എന്ന് പോലും മുസ്ലിയാക്കന്മാർ പറഞ്ഞപ്പോൾ നമ്മളതിന് ചോദിച്ചു, അങ്ങനെയാണ് ഇമാം ഷാഫി സുന്നിയല്ലല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന മദാബിൻ്റെ ഇമാമികൾ ആരും സുന്നിയല്ല, അതുപോലെ തന്നെ മുൻകാലത്ത് മരിച്ചുപോയ മഹാന്മാരൊന്നും സുന്നികളല്ല, കാരണം അവരൊന്നും മങ്കൂസ് മൗലൂദ് കണ്ടിട്ടില്ല. മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്ന ഇത് കാര്യം തന്നെ അടുത്ത കാലത്ത് പുതുതായി ഉണ്ടായതാണ്. അതിൻ്റെ മുസന്നിഫ് ആരാണെന്ന് പോലും വ്യക്തമായി പറയാൻ മുസ്ലിയാക്കന്മാർ തയ്യാറില്ല. അത് അങ്ങനെ മങ്കൂസ് മൗലൂദ് ഒരിക്കലും ഈ പള്ളിയിൽ ഓതൂല എന്ന് അദ്ദേഹം പ്രസിഡന്റ് തീർത്ത് പറഞ്ഞപ്പോൾ റബീഉൽ അവ്വൽ അവസാനിക്കുന്നവരേക്ക് ഇത് വലിയ പ്രശ്നങ്ങളായി മാറി. അവസാനം അവരെന്തായി, ഒരു ഏകദേശം 100 ചില്ലറ ആളുകൾ ചെറുപ്പക്കാർ എന്താണ് മൗലൂദ് ഓതണം എന്ന വാദവുമായി രംഗത്ത് വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ മതവിധി എന്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ ഖാദി UK ആറ്റക്കോയ തങ്ങളടുത്ത് ഇവർ സമീപിച്ചു. അദ്ദേഹമാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ പള്ളിയിൽ മൗലൂദ് ഓതലൊരു ഇബാദത്തായ കാര്യമാണോ, മൗലൂദ് ഓതിയ കൂലി കിട്ടോ എന്ന് കമ്മിറ്റിക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അത് കൂലി കിട്ടും ഇബാദത്താണെന്ന് പറയാൻ എനിക്കെന്താ അധികാരമുള്ളത്, കാരണം ഞാൻ ഒന്നുമല്ല, എൻ്റെ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ പണ്ഡിതന്മാരും മഹാന്മാരായ ആളുകളും ഈ മൗലൂദ് ഓതലൊരു ഇബാദത്താണ് കൂലി കിട്ടുന്ന കാര്യമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവരാരും പറയാത്ത നിലയ്ക്ക് ഞാൻ അതെങ്ങനെ കൂലി കിട്ടും ഇബാദത്താണെന്ന് പറയും, അതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ അത് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇന്നും അവിടെ തന്നെ ഉള്ളത്, ഈ കമ്മിറ്റിയിലെ ആളുകൾ എല്ലാവരും മെമ്പർമാരാണ്. ഈ അതിലുള്ള എല്ലാ ട്രസ്റ്റ് മെമ്പർമാരും ദൃക്സാക്ഷികളാണ്. അതിലാരും എതിർക്കല്ലേ, നമ്മളെ പ്രസിഡന്റ് പോലും ആ കാര്യം തുറന്നു പറയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഇവരുടെ തീരുമാനം വന്ന ശേഷം പത്രങ്ങളിൽ അത് വരികയും ചെയ്തു. ആറ്റക്കോയുടെ വിധി ഇങ്ങനെയായിരുന്നു, തീരുമാനം ഇങ്ങനെയായിരുന്നു എന്ന് പേപ്പറിൽ വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നമ്മളെ പ്രസിഡന്റ് തിരിച്ചു ചോദിച്ചു, സംഭവം ഉസ്താദിൻ്റെ മസാലയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ഇബാദത്തല്ല, പുണ്യമുള്ള എല്ലാ കൂലി കിട്ടുന്ന കാര്യമെല്ലാം മനസ്സിലായി. ഇപ്പോൾ മൗലൂദ് ഓതിയിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉസ്താദെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഓതിക്കൊല്ലി, പിന്നെന്താ ഞാൻ പറയാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതും കൂടി പറഞ്ഞു, ജനങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കിയിട്ട് മസ്ര ചോദിക്കാൻ വേണ്ടി വരുന്നില്ല, ഈ പള്ളിയിൽ വേണ്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ഒക്കെ ചിലവാക്കിയിട്ട് ഈ മസ്ര ചോദിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ആ ഒരു വാക്കുകൾ പറയുന്നു. അതിൻ്റെ ശേഷം അവിടെ 100-200 ചില്ലറ സക്കാഫികളും മദനിമാരും കുറേ ആളുകളും നാടന്മാരൊക്കെ കൂട്ടിയിട്ട് ആ റബീഉൽ അവ്വൽ മൗലൂദ് ഓതാൻ കഴിയാത്ത ഒരു ദേഷ്യം കൊണ്ട് റബീഉൽ ആഖിർ വന്നപ്പോൾ ഒരു കുത്തുബിയത്താക്കി. ആ കുത്തുബിയത്തോടു കൂടിയായിരുന്നു ആ പള്ളിയിൽ നിന്ന് എൻ്റെ പടിയിറക്കം. അപ്പോൾ ആ പടി ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഈ സത്യം ജനങ്ങൾ മുമ്പിൽ തുറന്നു പറയണം. അപ്പോൾ ഇതുവരേക്കും നമ്മൾ മൗലൂദിലുണ്ടായ കുറേ അനാചാരങ്ങളും ശിർക്കും, അതുപോലെ തന്നെ മാലയിലും മറ്റുള്ള കാര്യങ്ങളിലും, അതുപോലെ ഇവർ പഠിപ്പിക്കുന്ന കുറേ ശിർക്കും കാര്യങ്ങളും വിദാത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ജനങ്ങൾ മുമ്പിൽ തുറന്നു പറയണം. തുറന്നു പറയണമെങ്കിൽ ഇനി ഒറ്റയായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് കാലത്ത് സംഘടിതമായി നമ്മൾ സംഘടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ വാക്കിനിക്കോ അല്ലെങ്കിൽ പ്രവർത്തികൾക്കോ ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്താക്കുന്നത്, ആ പള്ളിയിൽ നിന്ന് പടിയിറങ്ങി 2ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ ഓതുന്നത് സലഫി പള്ളിയിലാണ്. അതോടുകൂടിയാണ് പ്രത്യക്ഷത്തിൽ ഞാൻ പരസ്യമായിട്ട് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അതേ സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. മൗലൂദിനെ സംബന്ധിച്ച് ശരിക്ക് പരാമർശിച്ചു. ആ മൗലൂദ് കിതാബിനെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം നമുക്ക് സത്യം ശരിക്കും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും അതിനൊക്കെ ഉള്ള ഒരു നല്ല ഉന്മേഷം ഇപ്പോൾ ഉണ്ട്, റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട്. അതുപോലെ ജോലി സംബന്ധമായി നോക്കുകയാണെങ്കിൽ സലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം, തൗഹീദിലേക്ക് വന്നതിന് ശേഷം മനസ്സ് വളരെ ഒരു ശാന്തതയും സമാധാനവും നമുക്ക് കിട്ടുന്നുണ്ട്. അഥവാ ചെയ്യുന്ന പ്രവർത്തിനോട് ഒരു ആത്മാർത്ഥത ഉണ്ട്. അത് ആത്മാർത്ഥത ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്.
മറ്റെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ക്ലാസ് എടുക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ചെയ്യണം. തീർച്ചയായിട്ടും മറ്റതങ്ങനെയല്ല, മനസാക്ഷി യോജിക്കുന്നില്ല. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് ഞാൻ നോക്കണം. കാരണം ഞാൻ പറയുന്ന ആശയങ്ങളോട് വലതോ ഇടതോ എതിരാകുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ജോലിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കവിടെ എൻ്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ആർക്കും എവിടേക്കും തട്ടാത്ത നിലക്കുള്ള ഒരു സമീപനമായിരുന്നു നമ്മൾ സുന്നി ഭാഗത്തിലുള്ള സമയത്ത് സമീപിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ. അപ്പോൾ ആ അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കി വന്നത്, തൗഹീദിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ സുന്നി പ്രസ്ഥാനത്തിൽ എനിക്ക് ശരിക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സുന്നി പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്നത് അറബിയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ നുബാത്തി ഖുത്ബ നിർവഹിക്കാറില്ല. ഞാൻ സാധാരണ ആയത്തും ഹദീസും വേണ്ട നിലക്കുള്ള ഒരു ഖുത്ബ ഉണ്ടാക്കിയിട്ടാണ് പ്രസംഗിക്കാറ്. അതുപോലും പരസ്യമായിക്കൊണ്ട് ഇവിടെ സഖാഫികൾ പറഞ്ഞു അത് ഒരിക്കലും അനുവദനീയമല്ല, നുബാത്തി ഖുത്ബ തന്നെ ഓതണം, കാണാതെ ഖുത്ബ പോലും ഓതാൻ പാടില്ല. ഇതൊക്കെയാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ ജനങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമായൊരു അന്ധവിശ്വാസം, അഥവാ ഈ നുബാത്തിയ ഖുത്ബ ഓതിയിട്ടില്ലെങ്കിൽ ഖുത്ബ തന്നെ ശരിയല്ല, അല്ലെങ്കിൽ ജുമാ ശരിയല്ല, ഈ ഒരു വിശ്വാസമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചല്ല, സഖാഫികളായ കുറേ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. ഇങ്ങനെ മുസ്ലിയാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നാടന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്? പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അവർ നെല്ലിക്കുത്ത് മുസ്ലിയാർ അതിന് നിന്ന് കട്ടിട്ട് അല്ലെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് മൂപ്പരുണ്ടാക്കി. സംഭവം ശരിയാണ്, അത് നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കുത്ത് ഉണ്ടാക്കിയത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയത് മുബാത്തി തന്നെയാണ്, പക്ഷെ അതൊന്ന് ഷോർട്ടാക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പൊതുവേ ദീൻ്റെ ഷോർട്ടാണ്. പൊതുവേ ദീനിൽ ഉദാഹരണത്തിന് നമുക്കറിയാം, റാത്തീബിൽ ചെന്നാൽ ഹാഹു എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടാണ്. അതുപോലെ നമുക്കറിയാം ഖുത്ബിയത്ത്, നമ്മൾ സുന്നിയുള്ള സമയത്ത് ഖുത്ബിയത്തിന് നമ്മൾ പോയിട്ടുണ്ട്, സദസ്സിലെല്ലാം പോയിട്ടുണ്ട്. ആ സമയങ്ങളിൽ വാമയുനാദിസ്മി അൽഫ എന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? അൽഫ് എന്ന് പറഞ്ഞാൽ അത് മസ്തറാണ്. മസ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊക്കെ 1000 തന്നെ പൂർത്തിയാക്കി കൊള്ളണമെന്നില്ല. നമ്മൾ 4 പേരുണ്ടെങ്കിൽ എത്ര പറഞ്ഞാൽ മതി? 250 പറഞ്ഞാൽ മതി. മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അൽഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലാത്തതാണ്, അത് എണ്ണത്തിൻ്റെ ഒരു പേരാണ്. അതുകൊണ്ട് ഈ എണ്ണം പൂർത്തിയാക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കുത്തുബിയത്തിൻ്റെ സദസ്സ് പോകുമ്പോൾ ഇവരൊക്കെയാണ് വീതിച്ചെടുക്കലാണ്, ഷോർട്ടാക്കലാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ചോദിക്കുന്നത് യാസീൻ ഓതുന്നൊരു വ്യക്തി, യാസീൻ ഇപ്പോൾ നമ്മൾ ഒരു 10 പേര് ഒന്നിച്ച് യാസീൻ ഓതാണ്, അതെങ്ങനെ ഷോർട്ടാക്കും? ഒരു വ്യക്തിക്ക് ഒരു 3 ആയത്ത് കൊടുക്കുക, മറ്റൊരു വ്യക്തിക്ക് 3 ആയത്ത് കൊടുക്കുക, അങ്ങനെ ഷോർട്ടാക്കിയിട്ട് പറ്റില്ല. എന്തുകൊണ്ട്? അത് ഖുർആൻ്റെ ചെറിയ ഖുർആൻ അങ്ങനെ ഒരു പരാമർശം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചെറിയില്ല നമുക്ക്. അപ്പോൾ ഈ നമുക്ക് ഒരു കാര്യം മനസ്സിലാകാറില്ല, ഇവർ എവിടേക്ക് ഷോർട്ട് കാണിക്കുന്നുണ്ടോ, കുറക്കുന്നുണ്ടോ, ആ കുറക്കുന്നൊക്കെ ഇവരുണ്ടാക്കിയ കാര്യങ്ങളാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി വന്ന കാര്യത്തിലൊന്നും ഇവർ കുറക്കുന്നില്ല, കുറക്കാൻ ഇവർക്ക് ഒട്ടുമൊന്നില്ല, സാധിക്കുന്നില്ല, അതിന് അധികാരവും ഇല്ല. നാദാപുരം ഖണ്ഡന പ്രസംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ സലഫിയുടെ ആദർശം, അല്ലെങ്കിൽ ഹുസൈൻ സലഫി എന്താണ് അവർ പരാമർശിച്ചത്, അതിന് കിതാബുകളെ കൊണ്ട് മറുപടി പറയാണ് എന്താണ് ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. പേരുടത്ത് റഹ്മാൻ സഖാഫി സാമാന്യത പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ ഹുസൈൻ സലഫിയെ വ്യക്തമായിട്ട് ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അവിടെ കിതാബ് കൊണ്ടും ഹദീസുകളും കൊണ്ടും നല്ല സ്ഥിരപ്പെടുത്തണം. നേരെ മറിച്ച് ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് കുറേ വ്യക്തിപരമായിട്ട് അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. അത് കേട്ടത് നമുക്ക് മാനസികമായി വളരെ വിഷമമുണ്ട്. മാത്രമല്ല ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിക്കാൻ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറേ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. പക്ഷെ നമ്മളിതിപ്പം പറയുന്നില്ല. ഇനി വീണ്ടും ഈ നിർത്താതെ, അഥവാ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഈ പരാമർശം നിർത്താതെ വീണ്ടും ഈ പണി തുടരുകയാണെങ്കിൽ നമ്മളത് എന്താക്കേണ്ടി വരും? ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് മാന്യത ഞാൻ മനസ്സിലാക്കുന്നത്, ഹുസൈൻ സലഫി പോലും യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ താടിയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ട് പോലും അദ്ദേഹം വ്യക്തമായിട്ട് ആക്ഷേപിച്ചോ? ഇല്ല. അത് അള്ളാഹും പടച്ചവനും അല്ല, അള്ളാഹു അല്ലെങ്കിൽ പടച്ചവന് അതിന് വേണ്ടുന്ന നിലക്കുകൾ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതെന്തൊക്കെ അവിടെ ചുരുക്കി. അനാവശ്യമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കുടുംബങ്ങളെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചേക്കുക. അതേ പറഞ്ഞത് വ്യക്തിപരമായി. ഇപ്പം ഞാൻ എൻ്റെയോ നിങ്ങളുടെയോ വ്യക്തി ജീവിതത്തിൻ്റെ അടിത്തറയിലേക്ക് നീങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ കുറ്റങ്ങളുണ്ട്. കുറ്റത്തിന് മുക്തരായ ആരും ഇല്ലല്ലോ, മനുഷ്യരല്ലേ. ആദർശം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത്തരം അല്ല, അത് യഥാർത്ഥത്തിൽ സാഹിത്യകന്മാർ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശം കൊണ്ട് നേരിടാതെ വരുമ്പോഴാണ് വ്യക്തി ഹത്യ നടത്തുന്നതും അതുപോലെ തന്നെ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വരുന്നതും. നേരെ മറിച്ച് ആദർശം കൊണ്ട് തന്നെ നേരിടാൻ കഴിയുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണെങ്കിൽ അയാൾക്ക് അതെന്നെ പറയാനുണ്ടല്ലോ, ഇഷ്ടം പോലെ പറയാനുണ്ട്. അയാൾ പറയും കിതാബ് നല്ല തിരിനാൾ, ഞാൻ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കിതാബ് എത്ര തിരിയെന്ന് പറഞ്ഞാൽ ഇവിടെ തലാഖ് സംവാദം നടന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഈ മാസപ്പിറവി വിശദീകരണം നടന്നു.
അതുപോലെ തന്നെ എത്രത്തോളം ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഇദ്ദേഹം കീനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഹുസൈൻ സലഫി എടുത്തുദ്ധരിച്ചു അല്ലേ. ഇവർ സംസ്ഥാനികയെ സംബന്ധിച്ച് എത്രത്തോളം കൂറുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് നാദാപുരത്ത് തന്നെ പ്രസംഗിച്ച ഒരു കാസറ്റ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ നോട്ടിൻ്റെ സക്കാത്ത്, കറൻസിയുടെ സക്കാത്തിൻ്റെ വിഷയത്തിൽ ആര് പിന്നെ സംസ്ഥാനക്കാർക്ക് എന്താണ് കറൻസിയിൽ സക്കാത്തില്ല, നോട്ടിൽ സക്കാത്തില്ല എന്ന അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായത്തിന് ഗണ്ണിച്ചുകൊണ്ട് ഇയാൾ സദക്കത്തുള്ളാക്ക് കിതാബ് തിരിവില്ല എന്ന് പോലും പറഞ്ഞ വ്യക്തിയാണ്. ആര്? ഇതേ പേരോട് റഹ്മാൻ സഖാഫി. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ആരും കിതാബ് അറിയുന്നവരല്ല. ഇപ്പോൾ ഇ കെ സംബന്ധി പരാമർശിച്ച് ഇ കെക്ക് കിതാബ് തിരിയില്ല, സദക്കത്തുള്ളാനെ പറ്റി പരാമർശിച്ചു അവർക്ക് കിതാബ് തിരിയില്ല, ആർക്കും കിതാബ് തിരിയില്ല. ഇ കെ ഭാഗത്തിലെ ആൾക്കാരും കിതാബ് തിരിയുന്നത് ആർക്കാണ്? പേരോട് അബ്ദുറഹ്മാനും പേരോട് അബ്ദുറഹ്മാൻ്റെ കുറച്ച് സിംഗിലുകൾക്ക് മാത്രമേ കിതാബ് തിരിയുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് കിതാബ് തിരിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ കിതാബിൻ്റെ ഈ വാർത്ത തന്നെ ശരിക്ക് ഉദ്ധരിക്കാനില്ലേ? പിന്നെ ഹുസൈൻ സലഫിന് വ്യക്തിപരമായിട്ട് എന്താ ആക്ഷേപം? ഒന്നുമില്ലാത്ത ഒരു SSLCൻ്റെ കാര്യം, ഇതൊക്കെ ഒരു മനുഷ്യന്മാർ പരാമർശിക്കുന്ന ഒരു പൊതു സ്റ്റേജ് പരാമർശിക്കുന്ന കാര്യങ്ങളാണോ? അപ്പോൾ അവിടെ തന്നെ ബുദ്ധിയുള്ള സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തിൽ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തൊരവസ്ഥ പേരോടിന് ഉണ്ടായി എന്ന് മാത്രമല്ല അതിൽ പൂർണ്ണമായും അയാൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ് എന്താണ് ഈ വ്യക്തിഹത്യയും കുടുംബത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ. അപ്പം അതിനോട് നമ്മൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് നിലക്ക് കൊടുക്കുകയാണ്. ഈ ആദർശം കൊണ്ട് നേരിടാം എന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നേരിടാം. കിതാബിനെ നേരിടുകയാണെങ്കിൽ കിതാബ് കൊണ്ട് നേരിടുക എന്നല്ല. ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപത്തിൽ നമ്മൾ അനുകൂലിക്കുന്നില്ല, അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇനിയും ഈ പരിപാടി നിർത്തുന്നില്ലെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികളെ സംബന്ധിച്ച്, ഇപ്പം കാന്തപുരത്തിനെ സംബന്ധിച്ചാവട്ടെ, പേരോടിനെ സംബന്ധിച്ചാവട്ടെ, അല്ലെങ്കിൽ പേരോടിൻ്റെയും കാന്തപുരം വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരായിട്ട് അവരെ പറ്റിയൊക്കെ വ്യക്തിപരമായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ പറയാമെന്ന് മാത്രമല്ല അതിൻ്റെ രേഖാമൂലങ്ങളുള്ള റിക്കാർഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് നമ്മളുടെ സാമാന്യത അത് പുറത്ത് കാണിക്കാതിരിക്കലാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഭാഗത്തിന് ആൾക്കാർ ഫലിഹത്താക്കിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി ഫലിഹത്താക്കിയിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ നിർത്താൻ വേണ്ടി നമ്മൾ എന്താക്കേണ്ടി വരും? അത് താൽക്കാലികമായി പറയേണ്ടി വരും. ഇത് പറയിപ്പിക്കാതിരിക്കലാണ് പേരോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രവർത്തനം പ്രത്യേകിച്ച് തൗഹീദ് സലഫികളോട് അല്ലെങ്കിൽ മുജാഹിദുകളോട് നമുക്ക് പറയാനുള്ളത്, ഈ പ്രവർത്തന മേഖലയിൽ നിന്ന് ഇനിയും മുന്നോട്ട് നമ്മൾ കുതിക്കുക. പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ആക്ഷേപങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് പതറാതെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക. നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ള അതിലുള്ള അധികാരമേ ഉള്ളൂ, എത്തിച്ചു കൊടുക്കുന്ന പണി മാത്രം. ഹിദായത്ത് കൊടുക്കുന്ന പഠിച്ചവനല്ലേ, അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഹിദായത്തിലേക്ക് വരുവാനും സത്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും റഹ്മാന റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇവിടെ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇനി ഈ വലിയ മൗലാനയുടെ പ്രത്യേകത എന്താ മൂപ്പര് പറഞ്ഞത്? എന്നെപ്പറ്റി നാട്ടുകാരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ മൗലവി ഉണ്ടല്ലോ നാക്കെടുത്താ ചീത്തയെ പറയുള്ളൂ. അപ്പം എൻ്റെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു, ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പം മൂപ്പര് എല്ലാവരോടും പോയിട്ട് പറയാണ്, ചീത്ത പറയാൻ നാക്കെടുത്താ ചീത്തയെ പറയുള്ളൂ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് ചേർന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ലേ. മൂപ്പര് പറയാണ്, എന്താ മാന്യത ചമയുന്ന ആ വാചകം ഒന്ന് കേട്ടോളൂ. ഈ ചീത്ത പറയുന്ന ശൈലി അതൊരു ഇസ്ലാമിക അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. കേട്ടോ, ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. ഇനി ഈ അഭിപ്രായമില്ലാത്ത സാലിഹായ മനുഷ്യന്റെ ആ സാലിഹായ കുറച്ച് ചീത്തകളുണ്ട്, ഒന്ന് കേട്ടോളൂ. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ഇതുപോലത്തെ കാക്കാമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. ഉണ്ടാതിരുന്നോ? ഇപ്പൊ ചീത്തറിയണ മുജാഹിദിനല്ലോ, ഇപ്പൊ ചീത്തറിയണ ഈ പരിസരങ്ങളിലൊക്കെയുള്ള മുസ്ലിയാക്കന്മാരെയാണ്. ആര് മുസ്ലിം? മൂപ്പര ഗ്രൂപ്പിൽ പെടാത്ത മുസ്ലിയാന്മാരൊക്കെ മൂപ്പര അരമുസ്ലിയാർ എന്നാ പറയുന്നത്. അതെങ്ങനെ അവരെ മൗലവി നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ലേ? അല്ല, മൂപ്പര് സങ്കടം പറയുന്നുണ്ട്. മുജാഹിദാ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതാന്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞു കണ്ട് ചൂടാകുന്നുണ്ട്. കേട്ടോളി, പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിലും ഉണ്ടാതിരുന്നോ? പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കേടില്ല, അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല, വിവരമില്ലാതെ മതം നിൽക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ് കേട്ടോ. ഇത്തരം വൃത്തികെട്ടൊരു സാധനം. ഉളുപ്പില്ലേ? എന്താ ഇങ്ങനെ കെതാബായി പോയത്?
എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഉണ്ടെങ്കിൽ ധൈര്യം കൊണ്ടുപോടോ. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. മൗലവി അതാ ഞാൻ ചോദിച്ചു, എന്തും മാറ്റിലാക്കിയിട്ടാ വന്നത്? കിബിർ, മുനാഫിഖിന്റെ കിബിർ. എന്തൊരു ദജ്ജാല്! പഠിച്ചവനെ മസീഹുദ് ദജ്ജാൽ ഇയാളിനെ ആയിരിക്കും. ഈ വന്ന മൗലവി മൂക്കിൽ വലിക്കാനുണ്ട്. പുകയിലപ്പൊടി പോലെ മൂക്കിൽ വലിക്കും കേട്ടോ. കൂടിയ എന്നാ എന്താവും? എന്നാ ഒന്നുമില്ല, ഉള്ളിലുള്ളൊക്കെ തുമ്മി അങ്ങ് പോവും. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റൂ. താടി വഞ്ചനയല്ലേ ഇത്? കളവല്ലേ ഇത്? കെതാബല്ലേ ഇവൻ? വഞ്ചനയല്ലേ ഇത്? കളവല്ലേ ഇത്? കെതാബല്ലേ ഇവൻ? കണ്ടോ, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് യോജിച്ചതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? നീ എന്നെ മാത്രമാണോ ചീത്ത പറയുന്നത്? ഇവിടെ വന്നിട്ട് മൂപ്പരിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ ആളുകളുടെ സൈക്കോളജി അറിഞ്ഞിട്ട് മൂപ്പര് നമ്മോട് ചോദിക്കുക, കയ്യമുത്തുനീനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് ഇവിടെ ചോദിക്കാണ് ജനങ്ങളെ വികാരളക്കാൻ, പാണക്കാട്ട തങ്ങളുടെ കയ്യമുത്തുന്നത് ഒരു മുശിരിക്കാണെന്നാണോ മൗലവീങ്ങൾ പറയുന്നത്? ഇപ്പൊ പാണക്കാട്ട തങ്ങന്മാരെ കാളാ മൂപ്പരിന്ന് വരുത്തി തീർക്കുക. കാരണം ഉണ്ടല്ലോ, പാണക്കാട്ട തങ്ങളെയും ശിഹാബ് തങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളെ ഒന്ന് മണിയടിക്കാൻ, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയണ ഈ തങ്ങന്മാരെ. നിങ്ങൾക്ക് തങ്ങന്മാരെ വല്ല ബഹുമാനമുണ്ടോ? നിങ്ങളെന്താ ശിഹാബിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? ഹെഡിങ് വായിക്കാം, ശിഹാബ് തങ്ങൾ ഖാലിസ്ഥാനത്തെ അപമാനിക്കരുത് കേട്ടോ. അതേ, ശിഹാബ് തങ്ങളുടെ ഈ ഉയർച്ചയിലും വളർച്ചയുടെയും ഇടയിൽ ഇസ്ലാമിക മതമൂല്യങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 200 ചില്ലാനം മഹല്ലുകളുടെ ഖാളി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ചവിട്ടി മെതിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നത് എത്രമാത്രം ഖേദകരമാണ്. പാണക്കാട്ട തങ്ങളെ പറ്റി പറയുന്നത് മദ്ഹദ് നിങ്ങൾ എഴുതി വിട്ടതല്ലേ? കേട്ടോളി, എല്ലാവരും അനുകൂലികളും പ്രതികൂലികളും ഒക്കെ കേട്ടോളി. ഇനി എന്താ പറഞ്ഞതെന്നറിയോ? ഇതാ അടുത്ത പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കുന്നു, ശരിക്ക് ശ്രദ്ധിച്ചോ. ആരാ തങ്ങന്മാരെ ചീത്ത പറയുന്നത്? ആരാ പാണക്കാട്ട തങ്ങളെ ചീത്ത പറഞ്ഞത്? ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഞങ്ങൾ ആശയത്തിൽ വിയോജിപ്പുള്ളവരാണ്. ആ ആശയത്തെ ശക്തമായി ചോദ്യം ചെയ്യാറുമുണ്ട്. പക്ഷേ ഞങ്ങൾ ചീത്ത വിളിക്കാറില്ല കേട്ടോ. നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ, ഈ വാരികയിൽ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. പാണക്കാടൻ കള്ളനബി മാത്രമാണ്, മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ഒരു കള്ളനബിയാണ് മുമ്പ് കഴിഞ്ഞുപോയ അയാളുടെ അനുയായിയാണ്. ഇനിയും കേട്ടോ നിങ്ങൾ. ഇനി നിങ്ങൾ കേട്ടോ എന്താ പറയുന്നത്? സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് എഴുതിയത് കേട്ടോ. വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. മൂപ്പരിവിടെ വന്ന് പറഞ്ഞു, ഹുസൈൻ സലഫി സമസ്തന്റെ ആലിമീങ്ങളെയൊക്കെ കാളാന്ന് വിളിച്ചു, സമസ്തന്റെ ആലിമീങ്ങളെയൊക്കെ മൂരീന്ന് വിളിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ പറയണം, നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ നിന്നാ വായിക്കുന്നത്. വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട്, വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നിയത് എഴുതി വിടുകയും ചെയ്യുന്ന സാക്ഷാൽ മൂച്ചിപ്പിരാന്ത്. സമസ്താലയം എന്ന ബോർഡ് മാറ്റി ഭ്രാന്താലയം എന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി കേട്ടോ, മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തിളകിയത് വിഘടിത ചിന്തയിലൂടെ നാം വായിച്ചു. മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെക്കുറെ ശമിച്ചെങ്കിലും വിഘടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ്. പിന്നെ പറയാണ്, തല നരച്ച വയസ്സൻ മൂരികൾ നടത്തുന്ന വാറോലകൾ ഒരാവർത്തി മറിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ ആരെക്കുറിച്ചാ പറയുന്നത്? കേൾക്കുമ്പോ വിഷമല്ലേ? എന്നിട്ട് നിങ്ങളാണോ ഇവിടെ വന്നിട്ട് ശംസുൽ ഉലമാ ദർജയേറ്റി കൊടുക്കട്ടെ എന്ന് പറയുന്നത്, കണ്ണിയത്ത് ദർജയേറ്റി കൊടുക്കട്ടെ എന്ന് പറയുന്നത്? ഇതൊക്കെ ആരെ സോപ്പിടാനാണ്? നിങ്ങളുടെ തനിനിറം, നിങ്ങളുടെ ആ മുഖം മൂടി ഇവിടെ വലിച്ചു കീറപ്പെടുന്നു കേട്ടോ. ഇനിയും കേട്ടോ, ശൈഖുന കാന്തപുരത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എതിരാളികളടക്കം ഞെട്ടിപ്പോയി. നിങ്ങളുടെ വേറൊരു മാസികയില് കാരണം ആക്ഷേപ കൂരമ്പുകൾ ശൈഖുനാക്ക് നേരെയും സംഘടനക്ക് നേരെ എഴുതി വിട്ടിട്ടും ആ
ആ ഡാഷുകൾ കുരച്ചതിന് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നാണ് പലരും നനച്ചിരുന്നത്. കേട്ടില്ലപ്പോ നിങ്ങൾ? ഇതൊക്കെ ഇപ്പൊ നല്ല സാലിഹായ കാര്യങ്ങളല്ലേ, നല്ല ബഹുമാനത്തോടുകൂടി പറഞ്ഞതല്ലേ. ഇനി മൂപ്പര് വലിയ ആരോപണമായിട്ട് കട്ടുപ്പാറ പോയിട്ട് പറഞ്ഞു, കാന്തപുരത്തെ പോലെ ഒരു വലിയൊരു മഹാനായൊരു പണ്ഡിതണ്ടോ? അങ്ങനത്തെ കാന്തപുരത്തെയാണ് ചീത്ത പറഞ്ഞത് നിങ്ങളെ നാട്ടുകാരൻ മൗലവീൻ. ഞാൻ പറഞ്ഞു, ഞാനാണോ പറഞ്ഞത്? നിങ്ങളിവിടെ പറയുന്ന ശംസുല്ലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരില്ലേ, ശംസുല്ലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ദർജയേറ്റി കൊടുക്കട്ടെ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? ആ ശംസുല്ലുലമ തന്നെ നിങ്ങളുടെ കാന്തപുരത്തെ ഒന്ന് വിശദീകരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൻ്റെ മുമ്പ് ഇതൊരു പഴയ CD ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഓരോ ഭാഗവും പറയുന്നതിൻ്റെ മുമ്പേ ഞാനൊന്ന് വിവരിച്ചു തരും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കേട്ടാലേ നിങ്ങൾക്കത് തിരിയുകയുള്ളൂ. ആദ്യം ഈക്ക പറയുന്നത്, ശംസുല്ലുലമ ഈക്ക പറയുന്നത് എന്താ പറയുന്നതെന്നറിയാമോ? ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ പ്രസംഗത്തിൽ ഹസൻ സഖാഫി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ അംഗീകരിക്കാത്തയാളാണ്, കാന്തപുരം പുറത്താക്കിയ സഖാഫിയാണ്, ആ രൂപത്തിൽ കള്ളത്തരം ചെയ്ത ആളാണ്, അതൊക്കെ വളരെ അങ്ങാടിപ്പാട്ടായ യാഥാർത്ഥ്യമാണ്, അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നാ നിങ്ങൾ ദറജ ഏറ്റി കൊടുക്കട്ടെ എന്നിവിടെ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. നിങ്ങൾക്ക് സാധിക്കുമോ നിഷേധിക്കാൻ? നിങ്ങൾക്ക് സാധിക്കുമോ തള്ളിക്കളയാൻ? സാധിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ, കേൾക്കട്ടെ. എന്താ ആദ്യം മൂപ്പര് പറയുന്നത് അറിയാമോ? ഞാൻ ആദ്യം പറയാം. ആദ്യം പറയുന്നത്, കളവ് പറയുന്നതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചിലർ കഴുതകളായിട്ടുണ്ടാകും, അത് ഇവന്റെ കൂടെ ഉണ്ടാവും ചെയ്യും. ആരുടെ കൂടെ? കാന്തപുരത്തിന്റെ കൂടെ. കേട്ടോളി. കളവ് പറയുന്നതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്, ചിലര് കഴുതയാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. കണ്ടോ? ചിലര് കഴുതകൾ ഉണ്ടാവും, അതൊക്കെ വരെ കൂട്ടത്തിലും ഉണ്ടാവും, ഇയാളെ കൂടെ ഉണ്ടാവും. ഇനി അടുത്തത്, ഇവനും ഒരു തങ്ങി എന്നാ പറയുന്നത്, ഇവനും ഒരു തങ്ങയും. ഏതായി തങ്ങ, ഏതായി ഇവൻ? നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുന്ന ഭാഗമാണ് അടുത്തത്. കണ്ടോ? ഒരു ഇവനും ഒരു തങ്ങയും, വേറെ ഒന്നാളും. ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ, ഏതാണ് ഇവൻ? ഔണ്ട് ഞാൻ പറയുന്നുണ്ടോ? ഏതാ ഇവൻ, ഏതാ തങ്ങ? ഉള്ളാള് തങ്ങളെ പറ്റിയാ പറയണേ, ഉള്ളാള് തങ്ങ. അതേമാതിരി കാന്തപുരത്തെ സംബന്ധിച്ചും വേറെ ആൾക്കാരെ സംബന്ധിച്ചും. ഇനിയും കേട്ടോ, അടുത്ത എന്താ പറയണെന്നറിയോ? എറണാകുളത്ത് സുന്നി സമ്മേളനം നടന്നു അത്രേ. ഏത് സമ്മേളനം? സുന്നി. ഏത് സുന്നി? എന്നിട്ട് മൂപ്പര് പറയണ്, ചിരിച്ചിട്ട് പറയണ്, ആ സുന്നികള്, നിങ്ങളാരെങ്കിലും ആ സമ്മേളനത്തിൽ പോയിട്ട് അവർ തുണിയൊന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ്. ഞങ്ങൾ പറയണല്ല, സുന്നത്ത് കഴിക്കാത്ത, മുറിച്ചിട്ടില്ലാത്ത സുന്നികളെ സമ്മേളനം നടന്നത് എന്ന്. നിങ്ങളുടെ സമ്മേളനത്തെ പറ്റി ആരാ പറഞ്ഞത്? ഇ കെ അബൂബക്കർ മുസ്ലിയാർ. കേട്ടോളൂ. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നിയാന്ന് പറയും. സുന്നത്ത് കഴിക്കാത്ത സുന്നി. പിന്നെ ആവർത്തിക്കാണ്, തിരിഞ്ഞില്ലെങ്കിലും ഒന്നും കൂടി ബയാൻ ചെയ്യാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. നമ്മളൊരു തഫ്സീറും നൽകുന്നില്ല. അടുത്ത വാചകം എന്താ പറയുന്നത് അറിയോ? സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തു. എന്നിട്ടോ എനിക്ക് MP ആവണം. അതിന് മൂപ്പർ എന്ത് ചെയ്തു? ഒരു കയ്യിൽ സ്വർഗം, മറ്റേ കയ്യിൽ നരകവും, തലയിൽ ഔദുൽ കൗസറും. എന്നിട്ട് മൂപ്പരിങ്ങനെ നടന്നു എന്നാണ് മണ്ഡലത്തിൽ കൂടിയൊക്കെ. എന്നിട്ട് പറഞ്ഞു ആളുകളോട്, സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണം, ലീഗിന് തറ പറ്റിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കൂട്ട് നിന്നാൽ നിങ്ങൾക്ക് വലത്തെ കയ്യിലെ സ്വർഗം, തറ പറ്റിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇടത്തെ കയ്യിലെ നരകം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളാരും വോട്ട് ചെയ്യരുത് ലീഗിന്, എന്നാലോ വോട്ട് ചെയ്താലോ ഔദുൽ കൗസറിന്റെ തലയിലാണ്, ഞാൻ നിങ്ങൾക്കത് തരൂല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന രംഗം. എന്നിട്ട് പോയി എന്തൊരു സാധന അത് എന്ന് മൂപ്പര് പറയാം. പാർലമെന്റ് ഇലക്ഷൻ വന്നു. അപ്പൊ മൂപ്പർക്ക് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, ഇത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണം, എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവണം.
അതിലെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ അത് മലപ്പുറം ജില്ലയിലും അത് പൊന്നാനിയിലും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ അത് സാധിക്കൂല. നമ്മൾ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ കറുകൾക്കവും എന്നിട്ട് നാട് മുഴുവൻ കൂടി ചുറ്റി ചെന്ന് പറഞ്ഞു ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിൽ അതിന് തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിൽ വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്തു പോയാൽ ഔദ്യോഗിക കൗൺസിലിന്റെ നിലയിലാണ് ഞാൻ തരൂല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ 5 അത്ഭുതങ്ങൾ എന്നാണ് ചരിത്രം പറയുന്നത്. ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കട്ടുപ്പാറ പോയിട്ട് ചോദിച്ചു. ഇതിന് കാന്തപുരത്തിനോട് തുല്യനായൊരു പണ്ഡിതനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? നിങ്ങളാ ഈക്കന്റെ മധു പറയുന്നത്? നിങ്ങൾ പറയണം ഈ കെ പറഞ്ഞത് എന്താണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഈ കെ നവ്വറല്ലാഹു മർക്കദഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, കീഴനാ മറ്റത് മറിച്ചതെന്നൊക്കെ പറയാം. നിങ്ങൾ ആ മുഖമൂടി ഇവിടെ വലിച്ചു കീറുകയാണ്. പറയും നിങ്ങളടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ ഈ കെ പുറത്താക്കിയിട്ടുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? പറയും. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കെ ഇങ്ങനെ ശംസുല്ലമാന്ന് ഇങ്ങനെ പറയേ? ആ മുഖമൂടിയായി വലിച്ചു കീറുന്നത്. പിന്നെ മൂപ്പര് കട്ടുപ്പാറൊക്കെ ഓടിയിരിക്കുക. നിങ്ങൾ നാട് നന്നാക്കതായി. നാട്ടിലുള്ള ജുമാ ബാത്തിലാണ്, കുളത്തിലാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ കട്ടുപ്പാറക്ക് ഓടുക. നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? പുത്തമ്പള്ളിയിലെ ജുമാ ബാത്തിലാണ് എന്നല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? ഇവിടെ നാദാപുരത്തുള്ള പുത്തമ്പള്ളി അല്ല, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയല്ല, നാദാപുരത്ത് സുന്നികൾ നടത്തുന്ന പുത്തമ്പള്ളിയിലെ ജുമാനെ കുറിച്ച് മൂപ്പര അഭിപ്രായം എന്താണ്? കുറെ അഭിപ്രായം ഉണ്ട്. ബാത്തിലാണ്, കുളത്തിലാണ്, അനാവശ്യമാണ് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ആ രംഗങ്ങൾ മൂപ്പരിപ്പെടുന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജുമായൊക്കെ ബാത്തിലും കുളത്തിലും അനാവശ്യമൊക്കെ കട്ടുപ്പാർത്ത ജുമാ ഫസാദാക്കാൻ വയ്ക്കുക മൂപ്പരിഞ്ഞി. കേട്ടോളിൽ മൂപ്പരിപ്പെടുത്ത ജുമാനെ പറ്റി പറയുന്ന രംഗം കേൾക്കട്ടെ. പുത്തമ്പള്ളിയിൽ നടക്കുന്ന ജുമാ, അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വ്യക്തമായി തന്നെ അതും അതുപോലത്തതിനെ സംബന്ധിച്ചുമാ പറഞ്ഞത്. അതേ ഫതസിഹു സാബിഖാതു ഇലാ അൻ തൻതഹിയൽ ഹാജതു സുമ്മ തബ്തുലു സായിദാത്ത്, പിന്നെ നടക്കുന്നതൊക്കെ ബാത്തിലാകും. അപ്പൊ ഇവിടുത്തെ ജുമാ ഒന്നാമത്തത് സഹീഹ്, വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമയും സഹീഹ്. പുത്തമ്പള്ളിയിലെ ജുമാ ഗോളത്തിലാകും, പുത്തമ്പള്ളിയിലെ ജുമാ ഗോളത്തിലാകും, പുത്തമ്പള്ളിയിലെ ജുമാ ഗോളത്തിലാകും. പുത്തമ്പള്ളിയിലെ ജുമാ അനാവശ്യ ജുമയാണ്, പുത്തമ്പള്ളിയിലെ ജുമാ അനാവശ്യ ജുമയാണ്. നമ്മളെ ഇവിടുത്തെ ജുമാ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഖുതുബ കേൾക്കുന്ന ജുമയാണ്. ഖുതുബ കേൾക്കാൻ തന്നെ വലിയൊരു സൽക്കർമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അത്യാവശ്യമാണ് ഖുതുബ കേൾക്കലുന്ന. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫസ്അു ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഖുതുബക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാണത്? ഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന ആയത്തിന്റെ തഫ്സീർ വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നു ഖുതുബയാണ് ഉദ്ദേശം. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകൊട്ടാകെയുള്ള മുസ്ലിമുകൾ ഖുതുബ കേൾക്കുന്നുണ്ട്. നാദാപുരത്ത് മാത്രമേ ഈ പറയുന്ന എന്തിനെ കുറിച്ചാണ്? ഈ നാദാപുരത്തുള്ള വലിയ ജുമാഅത്ത് പള്ളിയിൽ ഖുതുബ മൈക്കിലൂടെ അല്ല നടക്കുന്നത്. ഏത് പള്ളിയാ? കിയനോർ എന്ന് പറയുന്ന കിയനയൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന പള്ളി. ഇവിടുത്തെ പള്ളിയിൽ മൈക്കിൽ ജുമയല്ല. അതിനെ സംബന്ധിച്ചാണ് ഈ വിമർശിക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറയാണ് ഫിഖ്ഹിന്റെ ഇബാറത്ത് ശരിക്കും പഠിക്കാത്തതാണ് ഇതിന്റെയൊക്കെ കാരണം. മൂപ്പര് ഇപ്പൊ കിയനെ ചീത്ത പറഞ്ഞോ ഇല്ലേ? കീഴന പറഞ്ഞിട്ടാണ് എന്ത് ഇവിടെ ജുമാ ഖുതുബക്ക് മൈക്കില്ല. മൂപ്പര് പറയുന്നു എന്ത് ഫിഖ്ഹിന്റെ കിതാബൊക്കെ തിരിയണ്ടേ? തിരിഞ്ഞ ആളാ മൂപ്പര് അല്ലേ? എന്നിട്ട് മൂപ്പര് പറയുന്നത് ഞാൻ കീഴനെ ഈ കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണോ എന്ന് വെല്ലുവിളിക്കാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ടോളൂ. മൂപ്പര് എന്താണ് ഈ നാദാപുരത്ത് നടക്കുന്ന ജുമയെ കുറിച്ച് പറഞ്ഞത് എന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകൊട്ടാകെയുള്ള മുസ്ലിമുകൾ ഖുതുബ കേൾക്കുന്നുണ്ട്. നാദാപുരത്ത് മാത്രമേ ഖുതുബ കേൾക്കാണ്ടുള്ളൂ. അപ്പൊ ഖുതുബ കേൾക്കുക. ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലില്ലേനാ. ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് അവരൊന്ന് മറിച്ചു നോക്കട്ടെ. ആരോടാ പറയുന്നത് മറിച്ചു നോക്കാൻ? കിയനയോട്. കുട്ടിയായിരിക്കുമ്പോ അങ്ങും സംശയം ചോദിച്ചതല്ലേ?
നോക്കണം നിങ്ങൾ, ഈ രൂപത്തിൽ അവസരവാദിയാണ്, അവസരത്തിനൊത്ത് ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു കറാമത്തായിട്ട് മാലകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും റൂഹിന്റെ കൊട്ട തട്ടിയും. അപ്പൊ മൂപ്പര് പറഞ്ഞു അതിന്റെ പേര് വ്യക്തമാക്കണം. ഞാൻ പിറ്റേ പ്രസംഗത്തിൽ പേരും വ്യക്തമാക്കി, ഊരും വ്യക്തമാക്കി, നന്നായിട്ട് പറഞ്ഞു. പിന്നെ മൂപ്പര് വന്നിട്ട് പറയണേ, ഏയ് പേര് പറഞ്ഞിട്ടില്ല, ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറ, എഴുതിയ ആളെ പേര് പറ, മാലയുടെ പേര് പറ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെയും പറഞ്ഞു കൊടുത്തു, പിന്നെയും വായിച്ചു. അപ്പൊ മൂപ്പര് വന്നിട്ട് പിന്നെന്താ പറയുന്നറിയോ, ഇപ്രാവശ്യം അതിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. കളവല്ലേ ആ പറഞ്ഞ, ഇപ്രാവശ്യമാണോ ഞാൻ പറഞ്ഞത്? ഞാൻ 2 തവണയും എല്ലാ തവണയും ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പറയണത് കൊട്ട തട്ടിയ മാലയുടെ പേരൊക്കെ മൂപ്പര് ഇപ്രാവശ്യം പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. കേൾവിക്കാർക്ക് മനസ്സിലാവൂലേ, ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകം ക്ലിപ്പിട്ട് മുൻ പ്രസംഗം പോലും കേൾപ്പിച്ചതാ. ഇപ്രാവശ്യം പറയുന്നുണ്ട്. മുൻ പ്രസംഗം ക്ലിപ്പിട്ടിട്ടാണ് കഴിഞ്ഞ ഈ പ്രസംഗത്തിന്റെ അവസരത്തിൽ നമ്മൾ ആ കാര്യത്തെ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പറയണം, അതൊന്നും നിങ്ങൾക്ക് സ്ഥാപിക്കാനൊന്നും കഴിയൂല. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ ആ അസ്റായീൽ റൂഹിന്റെ കൊട്ട തട്ടി എന്ന് പറയുന്ന കഥ നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിൽ ഉള്ളതാണ്. നിങ്ങളുടെ പുറത്തു വെച്ച് കിട്ടും ഞങ്ങളത്. റൂഹിന്റെ കൊട്ടയാണ് തട്ടി, അങ്ങനെ എല്ലാവരുടെയും റൂഹ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആകെ കൂടി പ്രശ്നമായി പറയില്ലേ, അസ്റായീല് അള്ളാഹിനോട് സങ്കടം പറഞ്ഞു. അപ്പൊ അള്ളാഹ് അങ്ങോട്ട് വിമർശിക്കാ ചെയ്തത്, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഗൗസല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിമർശിക്കുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം. ഇനി നിങ്ങൾ ഏത് മാലയും അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന മറ്റ് കിതാബുകളിലില്ലേ, ഇല്ലെങ്കിൽ അതൊന്നും അടുത്ത പ്രസംഗത്തിൽ പറയണം. അപ്പം മൂപ്പരിടാൻ നിഷേധമൊന്ന് കേട്ടോളൂ. അതുപോലെ നമ്മളെ കൊട്ട തട്ടിയതൊക്കെ മൗലവി ഇപ്രാവശ്യം പേര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല മൗലവി, അതൊന്നും സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. മൂപ്പരന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളത് തെളിയിക്കുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് നിങ്ങളെ തെളിയിക്കാൻ കഴിയൂല എന്ന് പറയാ. ഓരോ പ്രശ്നം മൂപ്പര് ആദ്യം വയനാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടാണ് പറയും. എന്നിട്ട് അതിൽ ജയല്ല എന്ന് കണ്ട മൂപ്പരെന്ത് ചെയ്യും, പതുക്കെ അതൊക്കെ ഇപ്പം ഇവിടുത്തെ ഒരു വിഷയ, അതൊന്നും സാരല്ല, ഞാനതൊന്നും വിഷയമാക്കിയിട്ടില്ല എന്ന് പറയും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ് പെട്ടെന്ന് പറയണത്. മൂപ്പര് ആദ്യം ഇവിടെ ഭയങ്കര ആവേശത്തിൽ പറഞ്ഞു, വയനാട്ടിൽ കോണ ആവേശത്തിൽ പറഞ്ഞു, എന്ത് SSLC തോറ്റതല്ലേ, തലച്ചോറില്ലാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു. എന്തായിരുന്നു ഭയങ്കര വെല്ലുവിളി അല്ലേ? മൂപ്പര് ആദ്യ പരാമർശങ്ങളൊന്ന് കേട്ടോളി. വെറുതെ SSLC പഠിക്കുമ്പോൾ തോറ്റുപോയത്? ഞാൻ എന്റെ ജീവിതത്തിൽ പരീക്ഷയിൽ അല്ലാണ്ട് തോറ്റിട്ടില്ല. അവസാനം റാഗം വാങ്ങിയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. SSLC തോറ്റതല്ലേ, തലച്ചോറില്ലാഞ്ഞിട്ടല്ലേ. തലച്ചോറ് വേണോ? എന്താ ഗംഭീര പരിപാടി കണ്ടില്ലേ, തലച്ചോറ് വേണം. അങ്ങനെ ഞാൻ വന്നിട്ട് പറഞ്ഞു, SSLC ഒക്കെ പാസ്സായിട്ടുണ്ട് ചങ്ങാതി, അതൊന്നും വലിയൊരു വിഷയാക്കല്ലേ, ഇത് പാസ്സായിട്ടൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ടാണ് പറഞ്ഞപ്പോ മൂപ്പര് വന്നിട്ട് പിന്നെ മറുപടിയാണ് കിട്ടിയേക്കുമ്പോ പിന്നെ മൂപ്പര് പറയുന്നത് കട്ടുപ്പാറയിൽ വെച്ചൊന്ന് പറയുന്നു, ഇവിടെയും അത് തന്നെ പറയുന്നു, ഇവിടെ പറഞ്ഞതിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട്. എന്താണ്, ഇനിയിപ്പോ ആ വയനാട്ടിൽ പോയ ശൗര്യൊന്നും ഇപ്പല്ല, ഇപ്പൊ വയനാട്ടിൽ നിന്ന് വന്ന മോഡല്ല അടുത്ത മറുപടി. ഈ നല്ല മറുപടിയാണ് കിട്ടിയപ്പോ മൂപ്പര് ഇപ്പൊ പറയുന്നെന്താ, അതെന്താ ഒരു വിഷയ പ്രശ്ന, ആരെ പ്രശ്നമാക്കി ഞാനാ? ഇയാൾ പറയുന്നേട്ടത്തോണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചത് തന്നെ എന്താണ്, ഞാൻ SSLC പാസ്സായിട്ടുണ്ടേ, എല്ലാവരും അറിയിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചു. ആരായി ഈ വിഷയം ഇവിടെ തുടങ്ങിയിട്ട കക്ഷിക്ക് ജയല്ല എന്ന് കണ്ടപ്പോ പതുക്കെ ഉൾവലിയാണ്, അതൊന്നും ഒരു വിഷയമല്ല, പറഞ്ഞ് നേരം പോക്കണ്ടെന്നും പറഞ്ഞിട്ട് കേട്ടോളൂ. കണ്ടോ, ഇയാൾ തോറ്റാലെന്താ ജയിച്ചാലെന്താ എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു അവിടെ വന്നിട്ട് അത് വിഷയാക്കിയതാ, നിങ്ങളല്ലേ അത് തുടങ്ങിയിട്ടത്. ഇനി ഇവിടുന്ന് വേറെയും കൂടി മൂപ്പര് ഒരു ബടാഹിയും കൂടി പറയുന്നുണ്ട്, അത് കൂടി കേട്ടോളൂ. അത് കട്ടുപ്പാറ പറഞ്ഞത്, ഇനി നാദാപുരത്ത് വെച്ച് പറഞ്ഞത് ജയിച്ചാലെന്താ തോറ്റാലെന്താ SSLC ഇയാൾ എന്താക്കിയാലെന്താ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഖിറം വിജയിക്കണോ ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരനാണ്. നിങ്ങളെ SSLC ഇവിടെ തോറ്റാലെന്താ ജയിച്ചാലെന്താ. പിന്നെ ജയിക്കാണ്ട് നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റാ ദുനിയാവിലോട്ടാകും ഓരോരുത്തർക്കും ഉള്ളത്. ഈ വിദേശത്തെല്ലാം പോകുന്ന ആളുകൾ SSLC സർട്ടിഫിക്കറ്റ്, അതിന് പ്രത്യേകം ഏജൻസി തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്ത് സർട്ടിഫിക്കറ്റ് അവിടെ പൈസ കൊടുത്താൽ കിട്ടാത്തത്. അതുകൊണ്ട് ഇവിടെ ആഹാരം രക്ഷപ്പെടുവോ? നമുക്കത് വിഷയമേ അല്ല, വെറുതെ അത് പറഞ്ഞ് നേരം പോക്കണ്ടില്ല. വെറുതെ ഒന്നും പറഞ്ഞ് നേരം പോക്കണ്ട. ആരാ ഇവിടെ തുടങ്ങിയത്? പിന്നെ അതിൽ വ്യംഗ്യമായി സൂചിപ്പിക്കണത് സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാ കിട്ടാത്തത്? കാശ് കൊടുത്താൽ കിട്ടൂലേ? ഇവിടെ അതിന്റെ ഏജൻസി തന്നെയല്ലേ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്ക് SSLC ബുക്ക് ഉണ്ടായി കൊടുക്കാൻ. എന്നാലേ വിനീതമായി പറയട്ടെ, ആൺകുട്ടിയാണെങ്കിൽ
അടുത്ത പ്രസംഗത്തിന് ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയണം ഹുസൈൻ സലഫിയുടെ കയ്യിലുള്ള SSLC സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു. ആ വാചകം ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും കേട്ടോ. അപ്പൊ കാണാ ബാക്കി. പിന്നെ അടുത്തത് എന്താ? അത് പോട്ടെ. പിന്നെന്താ അടുത്തത്? പിന്നെ അടുത്തത് ഒരു ഫൈൻ തിബിനാണ്. ഫൈൻ തിബിനലക്കും ആയത്തുണ്ടല്ലോ, സ്ത്രീധനത്തെ സംബന്ധിച്ചാണ് ചോദ്യം അല്ലേ? അപ്പൊ മൂപ്പരതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയോ? പറയുന്നത് തന്നെ മൂപ്പരെ കാണുമ്പോഴേക്ക് കുട്ടികൾ പോലും ഇപ്പൊ അതാ പറയണതെന്നാ. എന്ത് എടുക്കടോ ചെരുപ്പ്? എന്നെ കാണുമ്പോ ആരും പറയണില്ല. പക്ഷെ മൂപ്പര് ബഹ്റൈനിൽ പോയപ്പോ ഒരു ചെറിയൊരു കുട്ടി, ആ കുട്ടി മൂപ്പരെ കണ്ടപ്പോ എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കുക. അത് ആരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേട്ടോളി. ഞാൻ ബഹ്റൈനിൽ പോയപ്പോ ഒരു വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഒരു ചെറിയ കുട്ടി, ഈ കുട്ടി കാണുമ്പോ തന്നെ പറയും ഫൈൻ തിബിനലക്കും എടുക്കണോ ചെരുപ്പ്. ചെറിയൊരു കുട്ടി കണ്ടോ? ചെറിയൊരു കുട്ടി കാണുമ്പോ തന്നെ പറഞ്ഞു ഫൈൻ തിബിനലക്കും എടുക്കണോ ചെരുപ്പ്. ആ കുട്ടിക്ക് വരെ തിരിഞ്ഞ് എടുക്കണോ ചെരുപ്പ്. എന്നെ കാണുമ്പോ പറഞ്ഞിട്ടില്ല ആരും. എന്നെ കാണുമ്പോൾ ആരും പറഞ്ഞില്ല എടുക്കണോ ചെരുപ്പ്. ഇയാളെ കണ്ടേക്ക് ചെറിയ കൊച്ചു കുട്ടിക്ക് വരെ ബോധ്യായി ചെരുപ്പ് എടുക്കേണ്ടത് ഹുസൈൻ സലഫി അല്ല, നിങ്ങളെ എടുക്കണോ ചെരുപ്പ് അല്ലേ? എന്താണ് സുഹൃത്തുക്കളെ ഇത്? നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു അവിടെ ചോദ്യം? ചുരുക്കി പറയട്ടെ, എന്താ അവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സ്ത്രീധനാണ്. ഏത് സ്ത്രീധനം? തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഏത് സ്ത്രീധനത്തെ പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത്? ആ സ്ത്രീധന. വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. ഇയാളോട് ആറ്റിങ്ങൽ വെച്ച് ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇന്ന് മുജാഹിദാട്ടോ. നിങ്ങൾ മനസ്സിലായിക്കോ? ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇന്ന് മുജാഹിദാണ്. അയാൾക്ക് നാദാപുരത്ത് എത്തണമെന്നും ഒരു 2 മിനിറ്റ് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഇപ്പൊ ഗൾഫിലായിപ്പോയി കേട്ടോ. അപ്പൊ ഇങ്ങനെ മാറ്റണ്ട്. ഞാൻ പറയില്ല ഇയാൾ എവിടെ പോയാലും അവിടെ വേരോട്ടുണ്ടാവും ഞാൻ പറഞ്ഞു. വെറുതെ പറയല്ല, 100 കണക്കിന് രേഖകളും തെളിവുകളും ഉണ്ട്. ചോദിച്ച ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ചാണ്. അതിനായി ഇയാൾ ഉത്തരം പറയണത് എന്ത്? ഫൈൻ തിബിനലക്കും എന്ന് പറയേണ്ടത് വായിച്ചതിലുള്ള അബദ്ധവും ആദ്യത്തെ ഭാഗം കട്ട് വായിച്ചതും ഒക്കെ നമ്മൾ വിശദീകരിച്ചു. ഇപ്പോഴും ആവർത്തിച്ചിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കണത്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? എന്ത്? സ്ത്രീധനം, ഈ തർക്കത്തിലിരിക്കുന്ന ഈ സ്ത്രീധനം അത് അനുവദനീയമാണ് എന്നുള്ളതിന് ആ ആയത്ത് തെളിവാണെന്ന് നിങ്ങൾക്ക് യൗമിൽ ഖിയാമ ഇലാ യൗമിൽ ഖിയാമ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വെറുതെ അങ്ങനെ അതും ഇതും പറഞ്ഞുകാണ്ട് അത് അപ്പുറം അത് സ്ത്രീധനമല്ലേ മൗലവി, ഇത് പുരുഷധനമാണോ മൗലവി, അത് മഹർ അല്ലേ മൗലവി എന്നൊക്കെ ഇങ്ങനെ റൂമിലിരുന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത്? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് തർക്കത്തിൽ ഈ കാണുന്ന രൂക്ഷമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീധനം ഏതാ സ്ത്രീധനം എന്നറിയോ? നിങ്ങളുടെ ആളുകൾ തന്നെ ആ സ്ത്രീധനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് അതിൽ വിശദീകരിക്കുന്നത്? സ്ത്രീധനം അത് മോശമായ ഒരു ധനമാണ്. ആരാ പറയുന്നത്? ഏത് സ്ത്രീധനത്തെ കുറിച്ചാ ചർച്ച? കേട്ടോളൂ. സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നതിന്റെ ഇസ്ലാമിക വീക്ഷണം. സ്ത്രീക്കെന്ന പോലെ പുരുഷനും ധനമോഹം പാടില്ല. താൻ വിവാഹം ചെയ്യുന്ന വധുവിന്റെ ധനത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് പോലും തെറ്റാണ്. അവളുടെ ധനം മോഹിച്ച് വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണുക. ഒരു വ്യക്തി വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ ധനവിവര കണക്ക് അന്വേഷിക്കുന്നത് പോലും തെറ്റാണ്. അത്തരക്കാർ കൊള്ളക്കാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൂങ്കാവനം മാസിക, നമ്മൾ പറഞ്ഞതല്ല. ഇനി കേട്ടോ, ഇയാൾ അതൊക്കെ ചോദിച്ചിട്ട് വാങ്ങാനാ പറയണത്. ഇയാൾ എന്താ പറഞ്ഞത്? ആദ്യം തന്നെ പോയിട്ട് പറയണ ഒരു 500 റുപ്യ തരണം, അതിൽ 250 ഇപ്പം തന്നെ തരണം, ബാക്കി അന്ന് തന്നാൽ മതി. അല്ലെങ്കിൽ ഒരു 100 ആൾക്ക് ബിരിയാണി തരണം, അല്ലെങ്കിൽ 15 ആൾക്ക് ബിരിയാണി തരണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന പണം കൊണ്ട് കഴിക്കുന്ന ബിരിയാണിയുടെ വിധി എന്താ? നിങ്ങളുടെ ഒരു സഖാഫി തന്നെ പറയട്ടെ, അന്യന്റെ പണം കൊണ്ട് ബിരിയാണി വെച്ച് വിളമ്പുന്നതല്ല മാന്യത, അത് തിന്നാൽ ദഹിക്കുകയുമില്ല. നമ്മൾ പറഞ്ഞതല്ല. അങ്ങനത്തെ സ്ത്രീധനത്തിനാണ് നിങ്ങൾ അവിടെ തെളിവായിട്ടായി തോന്നിയത്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ട്. എന്താ തട്ടിപ്പെന്നറിയോ? എൻ്റെ നാട്ടുകാരോട് പോയിട്ട് പറയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ജിന്നളകുന്നു എന്നും പറഞ്ഞിട്ട്. വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ
അത് ഞാൻ അങ്ങനെ ആടിയിട്ടേ ഇല്ല എന്നാ മൂപ്പര് പറയണത്. മൂപ്പര് പറയണേ ഞാൻ അങ്ങനെ സ്റ്റേജും വന്ന് ആടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ആടിയത്? ഞാൻ ചെറിയൊരു ആട്ടം അങ്ങനെ ആടി. അത് മൂപ്പര് കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂട്ടിയിട്ട് എന്നെ അങ്ങനെ വിറപ്പിച്ചതാണ്. അതെൻ്റെ പേരിൽ കളവാണ്. നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മൂപ്പരുടെ ഉള്ള പ്രസംഗത്തെ ഉള്ളതുപോലെ കാണിച്ചിട്ടേ ഉള്ളൂ. ഒന്നും സ്പീഡ് കൂട്ടിയിട്ടില്ല. എണ്ണം കൂടുതലാക്കിയതിന് മാത്രം, ഒരിക്കൽ കാണിക്കേണ്ടത് 3 എണ്ണാക്കിയതിന് മാത്രം സ്പീഡ് കൂട്ടുകയോ കോലം മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് കളിച്ച അതേ കോലത്തിലേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ മൂപ്പര് എന്ത് ചെയ്യാണ്? എൻ്റെ നാട്ടിൽ പോയിട്ടെന്നറിയോ, മൂപ്പര് എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടാതെ രക്ഷല്ല. കാരണം ഞാൻ വേറെ ആടിയ രംഗല്ല. അപ്പം എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടിയിട്ടാണ് മൂപ്പര് കട്ടുപ്പാറത്തെ CD-യിൽ ഇറക്കിയിട്ടുള്ളത്. സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ തുള്ളിക്കാണ്, സ്പീഡ് കൂട്ടുകയാണ്. ഞാൻ തുള്ളിയിട്ടില്ലാത്ത ഒരു രംഗം സ്പീഡ് കൂട്ടുകയാണ് മൂപ്പര് ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഞാൻ മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പരുടേതായ ആ പ്രത്യേകമായ സീന് ഞാൻ ഒരിക്കലും ഒരു കൃത്രിമവും കാണിക്കാതെയാണ് ചെയ്തത്. ഇനി മൂപ്പര് എൻ്റെ പേരിലൊരു കളവ് പറയണം. എന്താ അറിയോ? എൻ്റെ യഥാർത്ഥ സീന് കണ്ടോളൂ എന്ന് പറഞ്ഞ മൂപ്പര് പഴയ പ്രസംഗത്തിൽ എന്നെ വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ പതുക്കെ ആടുന്നത് കാണിച്ചു. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഐക്യവും ഭിന്നതയും എന്ന പേരിൽ ഇവിടെ നടന്ന മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പര് എന്ത് ചെയ്തിരുന്നു? വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിയിരുന്നു. അത് കാണിച്ചിട്ട് മൂപ്പര് പറയണ, ഇപ്പൊ കണ്ടില്ലേ, ഇത്രേ ഞാൻ ആടിയിട്ടുള്ളൂ. ഇത് ഹുസൈൻ സലഫി എന്ത് ചെയ്തു? അതങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഭയങ്കര ജോറിലങ്ങ് ആട്ടം കാണിച്ചു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ മൂപ്പരുടെ ആട്ടം കൂട്ടിയിട്ടില്ല. എനിക്കെന്തിനാ മൂപ്പര് ആട്ടേണ്ട കാര്യം? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. മൂപ്പര് ചെയ്ത സംഗതിയാ ചെയ്ത്. മാത്രമല്ല, അയാൾ പറയുന്ന ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തായാലും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം കാണുമ്പോൾ ആ സ്റ്റേജാണോ നമ്മൾ കാണിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കാണിച്ച സീന് അയാൾ കാണിച്ച സീനല്ല. അയാൾ വെറുതെ കളവ് പറയാണ്. എന്തിനാ അത്രയും പറയുന്നറിയോ? ഈ CD ഒന്ന് ഒരു നിഷ്പക്ഷനായൊരു മനുഷ്യനൊന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ ആർക്കും അറിയില്ലേ ആരാ കൃത്രിമം ചെയ്തതെന്ന്. ഞാൻ മൂപ്പരുടെ പഴയ സീനിൽ ഒരിക്കലും കുലുക്കൽ കൂട്ടിയിട്ടില്ല. അയാൾ കാണിക്കുന്നതിനല്ല ഞാൻ കാണിച്ചത്. അയാൾ കാണിക്കുന്നത് പഴയ പ്രസംഗത്തിലെ ഭാഗമാണ്. ഞാൻ കാണിച്ചതോ രണ്ടാമത്തെ പ്രസംഗത്തിലെ ഭാഗമാണ്. അത് സ്റ്റേജും വേദിയും അയാളുടെ നിൽപ്പും മൈക്കും ഇടത്തെ കയ്യിൽ മൊബൈല് അയാൾ കാണിച്ചതിൽ, ഞാൻ കാണിച്ചതിലോ വലത്തെ കയ്യിൽ മൊബൈല്, ഞാൻ കാണിച്ചതിലോ ബാക്കിൽ നീല സ്ക്രീന്. പരിപാടി തന്നെ വേറെയാണ്, പ്രോഗ്രാം തന്നെ വേറെയാണ്. എന്നിട്ട് എൻ്റെ പേരിൽ കളവ് പറയാ. എന്തിനാ ഈ കളവൊക്കെ പറയുന്നതെന്നറിയോ? മൂപ്പർക്ക് എൻ്റെ ഒന്ന് സ്പീഡ് കൂട്ടണം, എൻ്റെ ആ പ്രോഗ്രാമിനൊന്ന് സ്പീഡ് കൂട്ടി കാണിക്കണം. അതിന് ന്യായീകരണം കണ്ടെത്താൻ ആദ്യം ഒരു നോണ ഉണ്ടാക്കുകയാണ്. ഇനി മൂപ്പർ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കള്ളത്തരം ശരിക്കും മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കൈപിടിച്ചിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽവേഗം എന്നോ പറഞ്ഞു. അത് മൗലവി എന്ത് ചെയ്യുന്നു? എന്നെ പരിഹസിച്ചിട്ട് കുപ്പിയ എന്നൊരൊറ്റ ആട്ടാടി. ആ ആടിയത് ഞാനൊന്ന് എടുത്ത് ഉദ്ധരിച്ചു പിറ്റേത്തെ പ്രസംഗത്തിൽ. അത് മൂപ്പരി പിടിച്ചിട്ട് ഒന്നും കൂടി കുലുക്കിയിട്ട്, കണ്ടോ പേരോണ്ട് ജിന്നളകുന്നതെന്ന് പറഞ്ഞിട്ട് മൗലവി കാണിക്കാൻ. അപ്പൊ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാൻ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആടിയതിന്റെ ഒറിജിനൽ. പിന്നെ കാണിക്കാൻ പോകുന്നത് മൗലവി ആക്കി തീർത്തത്. ആദ്യം ഒറിജിനൽ വരട്ടെ. നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. ഒരു മിനിറ്റ്, അത് കണ്ടില്ലേ? ഇതാണ് മൂപ്പരെ ഒറിജിനൽ. ഈ ഒറിജിനലും മേൽ ഞാൻ കൃത്രിമം കാണിച്ച് സ്പീഡിൽ കാണിച്ചു എന്നാ മൂപ്പര് പറയാൻ പോണത്. കളവാണത്, കളവാണ്. ഞാൻ മൂപ്പരുടെ അത് വേറെ ദിവസത്തെ പ്രസംഗം അയാൾ കാണിക്കുന്നത് അതല്ല. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല. കാണിക്കുന്നത് തന്നെ ഒറിജിനലാണ്. ഇനി ഒറിജിനലാണോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്തേ വേണ്ടൂന്നറിയോ? ഞാൻ ആ കാണിച്ച സീന് അവരിറക്കിയ CD വാങ്ങുക. അവരിറക്കിയ രണ്ടാം പ്രഭാഷണത്തിന്റെ CD നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കാണുക. എന്നിട്ട് ഹുസൈൻ സലഫി ഇയാൾ ആടിയതിനേക്കാൾ കൂടുതൽ ഇയാൾ ആട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ അറിയാലോ. ഞാൻ കാണിച്ച സീൻ ഏതാണ്, ഇയാൾ കാണിച്ച സീൻ രണ്ടും രണ്ടാണ്. ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇയാൾ ഇക്കാണിച്ച സീന് ഞാൻ ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ടില്ല. എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഇതൊക്കെ എന്തിനാ അത്ര പറയുന്നതെന്നറിയോ? ഇവർ ഈ രൂപത്തിൽ കൃത്രിമം കാണിക്കുമ്പോൾ എന്തൊക്കെ കൃത്രിമങ്ങൾ അവർ പിന്നെ കാണിച്ചു കൂടാത്തത്? ഇനി മൂപ്പര് പറയണ ഞാൻ ഏതാ കാണിച്ചത്? അതാണ് എന്നെ ജിന്നാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. വല്ലേ നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. അത് 3 പ്രാവശ്യം കാണിക്കുന്നതാണ്. ഞാൻ ഒരു പ്രാവശ്യം സമയം പോക്കണ്ട വെച്ചതാ. കേട്ടോ. അപ്പൊ അതാണ്
നമ്മൾ കാണിച്ചത്. അത് എന്തിനാ പറയുന്നത്? ആദ്യം കാണിച്ചതിന്റെ സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അപ്പത് അയാൾ ആദ്യം കാണിക്കുമ്പോൾ സൈഡിൽ നിന്നുള്ളതല്ലേ വ്യൂ, വേറെ സ്റ്റേജ് അല്ലേ, വേറെ മൈക്കല്ലേ, ഇടത്തെ കയ്യിലല്ലേ ആദ്യം ഇയാൾ കാണിച്ച സീരിയൽ മൊബൈലുള്ളത്. ഇയാൾ ഇപ്പോൾ ആടുമ്പോൾ കാണുന്ന സ്റ്റേജിൽ ബാക്കിൽ നീല സ്ക്രീനല്ലേ ഉള്ളത്, അയാളുടെ വലത് കയ്യിലല്ലേ മൊബൈൽ ഉള്ളത്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഞങ്ങൾ ആട്ടം കൂട്ടിയിട്ടില്ല, നിങ്ങൾ ഇറക്കിയ CD വാങ്ങിയിട്ട് കാണ്. ഈ കാണിച്ച ഇതേപോലെ നിങ്ങൾ കുലുങ്ങിയിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ രൂപത്തിലുള്ള അപരാധങ്ങൾ പറയുന്നത്? എന്നിട്ട് മൂപ്പര് എൻ്റെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് സ്പീഡിൽ കുലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറിജിനലായിട്ട് ചെറുതായിട്ടൊന്ന് ആടുന്നത് എടുത്തിട്ട് മൂപ്പര് കൂട്ടുകയാണ്. ഞാൻ എൻ്റെ ഭാഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ, ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് എന്ന്. ചെയ്യും കണ്ടോ, ഈ ഭാഗമാണ് മൂപ്പര് പിന്നെ സ്പീഡിൽ കൂട്ടിയിട്ട് ഒരു കോലത്തിലാക്കി തീർത്തത്. ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ? നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു, ആർക്കാ തർക്കം? നിങ്ങൾ ആടിയതിൽ അപ്പുറം ഒന്നും ചെയ്തില്ല, ആർക്കും അത് പരിശോധിക്കാം. നിങ്ങൾ ഐക്യവും ഭിന്നതയും എന്ന CD ഭാഗമായി ഇയാൾ കാണിച്ചത്, അതിൽ സ്പീഡ് കൂട്ടിനാ എൻ്റെ പേരിൽ കളവ് പറഞ്ഞത്. അത് കളവാണ്, ഞാൻ അതിൽ സ്പീഡ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ രണ്ടാം പ്രഭാഷണത്തിൽ ബാക്കിൽ നീല സ്ക്രീനുള്ള സ്റ്റേജിൽ നിങ്ങൾ നിന്ന് വലത്തെ കയ്യിൽ മൊബൈൽ പിടിക്കുന്ന അതാണ്. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ സീനിൽ ഇടത് കയ്യിലാണ് മൊബൈല്, രണ്ടാമത്തെ സ്ക്രീനിൽ വലത് കയ്യിലാണ് മൊബൈല്. കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ്? വേറെ സ്റ്റേജ്, വേറെ വേദി, എന്നിട്ട് എൻ്റെ പേരിൽ കളവ് പറയാ. എത്ര കൃത്യമായിട്ടാ! വെറുതെയാണോ സുഹൃത്തുക്കളെ ഇയാൾ കട്ടുപ്പാറ പോകുന്നതിന്റെ മുമ്പ് 2 ദിവസം ഉറങ്ങിയില്ലാന്ന് പറഞ്ഞത്? എന്റെ നാട്ടിക്ക് പോവുകയല്ലേ? അവ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഇനി എന്തൊക്കെ തട്ടിപ്പാ കാണിക്കണ്ട് എന്ന് ആലോചിച്ചിട്ട് ഈ സാധനത്തിന് 2 ദിവസം ഉറക്ക് വന്നില്ലാന്ന് ഞാനല്ല പറയണത്, മൂപ്പരാ പറയണത് കേട്ടോ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയില്ല, മിഞ്ഞാന്ന് രാത്രി സമയം കിട്ടിയില്ല, ആകെ 2 മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയും ക്ലിപ്പിംഗ് ശരിയാക്കണമെങ്കിൽ നല്ല സമയം വേണം, കിതാബുകൾ നോക്കണമെങ്കിൽ സമയം വേണം. ഈ രൂപത്തിലൊക്കെ കോട്ടിമാട്ടണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ? ആലോചിച്ചിരുന്നു മൂപ്പര്, ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഓരോ വിഷയത്തിലും ഈ രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം പറയുന്നൊരു കാര്യം, അതാ മുജാഹിദുകൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചൊല്ലിയാൽ അതാ ശഫാഅത്ത് നമുക്ക് ലഭിക്കും എന്ന് സമ്മതിച്ചിരിക്കുന്നു. ശഫാഅത്തിനെ നിഷേധിച്ചവരിതാ ഇപ്പൊ ശഫാഅത്ത് അംഗീകരിക്കുന്നു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സർവ്വ അമ്പിയാക്കളും നാളെ മഹ്ശറിൽ വെച്ച് ശഫാഅത്ത് ചെയ്യും അല്ലാഹുവിന്റെ അനുവാദം കിട്ടുമ്പോ എന്ന് കൃത്യമായി തന്നെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയാണ്, ഇവിടുന്ന് തന്നെ അനുവാദം കിട്ടിയിട്ടുണ്ട്, ഞാൻ നാളെ പരലോകത്തുനിന്ന് വെറുതെ ഒരു കല്യാണത്തിന്റെ അന്ന് സമ്മതം ചോദിക്കും പോലത്തെ വെറുതെ സമ്മതന്മാരായാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കൾ അതാ മഹ്ശറിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ, ലോകത്തുള്ള ജനകോടികൾ മുഴുവൻ നിൽക്കുന്ന നേരത്ത് അതാ ആളുകൾ വ്യത്യസ്തരായ പ്രവാചകന്മാരുടെ മുമ്പിൽ പോയി സമീപിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയണം എന്ന് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാരും ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിയുകയാണ്. ചുരുക്കി പറയട്ടെ, അവസാനം മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റബ്ബിന്റെ മുമ്പിൽ സുജൂദിലായിട്ട് കിടക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്ന സ്തുതികീർത്തനങ്ങളും ദുആകളും ഉരുവിട്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റബ്ബിന്റെ തിരുമുമ്പിൽ സുജൂദിലായി കൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്നത്ര കാലം അവിടെ കിടന്നു കഴിയുമ്പോൾ അതാ പടച്ചതമ്പുരാൻ പറയുന്നു, യാ മുഹമ്മദ് ഇർഫഅ റഅസക, ഓ മുഹമ്മദേ തല ഉയർത്തിക്കോ, ഇശ്ഫഅ തുശഫഅ, ഈ ശുപാർശ ചോദിച്ചോ, ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സൽ, ചോദിച്ചോളൂ, നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് എന്നിങ്ങനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഈ ജനങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നു. അതാണ് ഏറ്റവും വലിയ ശുപാർശ. അതിന്റെ പുറമേ നരകത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദം ലഭിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്ത പരിധിക്കകത്ത് നിന്നുള്ള ആളുകളെ അതാ നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്.
പക്ഷേ ഇവിടെ തർക്കം എന്താണെന്നോ, ഇതിനെ ആരും നിഷേധിക്കുന്നില്ല. അമ്പിയാക്കന്മാർ ശുപാർശ ചെയ്യും, ഔലിയാക്കൾ ശുപാർശ ചെയ്യും, മലായിക്കത്തുകൾ ശുപാർശ ചെയ്യും. പക്ഷേ മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുവാദപ്രകാരമല്ലാതെ, പടച്ചവന്റെ അനുവാദം കിട്ടിയാലല്ലാതെ ശുപാർശ പറയുന്നവൻ ആരുണ്ട്? അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാന്റെ അനുവാദം കിട്ടുന്നവർക്ക് വേണ്ടിയാണ് അമ്പിയാക്കൾ അടക്കമുള്ള സർവ്വ ശുപാർശകന്മാരും ശുപാർശ പറയുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ. അതാരും ഇവിടെ നിഷേധിച്ചിട്ടില്ല. നാം ശഫാഅത്തിനെ നിഷേധിക്കുന്നവരല്ല, അമ്പിയാക്കളുടെ ശഫാഅത്തിനെ നിഷേധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശഫാഅത്തുൽ ഉദമയെയോ മറ്റു ശഫാഅത്തുകളെയോ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ആ ശഫാഅത്ത് നാളെ പരലോകത്ത് നമുക്ക് വേണമോ? എന്താ ഉമ്മമാരെ നമ്മൾ ചെയ്യേണ്ടത്? എന്താ സഹോദരിമാരെ ചെയ്യേണ്ടത്? എന്താ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത്? അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് പറയേണ്ടത്. പടച്ചവനേ, നാളെ മഹ്ശറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുമ്പോൾ അതിന് അർഹരായി തീരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശക്ക് നാം യോഗ്യരായി തീരണമെങ്കിൽ എന്താ വേണ്ടത്? അതാ സ്വഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചല്ലോ, മന്നസ്അദുന്നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശുപാർശ ലഭിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാർ ആരാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അതിന്റെ ആശയം ഇങ്ങനെയാണ്: ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടുകൂടി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചുവോ, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ആര് എൻ്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ അവർക്കാണ് ആ ശുപാർശ ലഭിക്കാൻ യോഗ്യതയുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നാളെ പരലോകത്ത് മുത്ത് മുസ്തഫയുടെ ശുപാർശ നമുക്ക് വേണം. അത് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ നിലയ്ക്ക് യഥാർത്ഥമായ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കണം സുഹൃത്തുക്കളെ. അങ്ങനെ തന്നെ മരിക്കണം സുഹൃത്തുക്കളെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സന്ദർഭം പറയട്ടെ. ബാങ്ക് വിളി കഴിഞ്ഞ് ബാങ്ക് വിളിക്കുന്ന ആളുകൾ പറയുന്നതൊക്കെ അതേപോലെ തന്നെ പറഞ്ഞിട്ട് ശേഷം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുകയും പിന്നീട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന് പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅതി, എൻ്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ്. അതുപോലെ ഓരോ സുന്നത്തുകളെയും ജീവിതത്തിൽ പകർത്തണം. റബ്ബിന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ റബ്ബിന്റെ ഓർഡർ വേണം, റബ്ബിനെ തൃപ്തിപ്പെടുത്തണം, റബ്ബിനോട് ചോദിക്കണം. അതാണ് ഇസ്ലാമികമായ രീതി. അതല്ലാതെ നബിയേ അങ്ങനെയൊക്കെ ശുപാർശ പറയണം നബിയേ എന്ന് ഇപ്പോൾ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കലല്ല. അപ്പോൾ ഇനി പറയും, ഇബ്നു ഹജർ അൽ അസ്കലാനി പോലും പാടിയിട്ടില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിച്ചിട്ട്? ഇബ്നു ഹജർ അൽ അസ്കലാനി പാടിയ പാട്ടിനെ സംബന്ധിച്ച് എന്തേ മൗലവി മിണ്ടാതെ പോയത് എന്നിനി പറയണ്ട. നിങ്ങളാ കാണിച്ച പദ്യത്തിൽ എവിടെയാണ് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കലുള്ളത്? ഇനി എവിടെ നിന്നെങ്കിലും വലിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് മറുപടിയും പറയാം. നിങ്ങൾ വിശദമായി പഠിച്ചു വെച്ചോ. ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ദീനിൽ വഫാത്തിന്റെ ശേഷം സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ശഫാഅത്ത് തരണം നബിയേ എന്ന് സഹാബിമാര് തേടിയതായി സ്വഹീഹായ സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാമികമായ കാര്യങ്ങളിൽ പ്രമാണമായി സ്വീകരിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളല്ലേ, സഹാബത്തിന്റെ മുഴുവൻ അവരുടേതായ ആചാര സമ്പ്രദായങ്ങളല്ലേ. ഇതിലൊക്കെ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പഠിക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കി
മനസ്സിലാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നാം ഏത് പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതേപോലെ തന്നെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതും ഇതാരോടെങ്കിലും വഴക്ക് തീർക്കാനല്ല, ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനല്ല. ഏത് സ്ഥലത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ച് ഓരോ വിഭാഗവും പറയുമ്പോൾ പൊതുജനങ്ങൾ നിഷ്പക്ഷമായിട്ട് അങ്ങനെ കേട്ട് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഇതിൽ യാതൊരു നിർബന്ധത്തിൻ്റെതായ പ്രത്യേകതയുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധം ചെലുത്തുന്ന സ്വഭാവമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ 2 ദിവസം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം, ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാവുന്നതാണെങ്കിൽ, ഇനി തള്ളേണ്ടതാണെങ്കിൽ തള്ളിക്കോളൂ, വിരോധമില്ല. അള്ളാഹുവിൻ്റെ ദീന് അത് പറയാനല്ലേ കഴിയുകയുള്ളൂ. അതിന് യഥാർത്ഥമായ മാർഗത്തിലേക്ക് നയിക്കേണ്ട തൗഫീക്ക് നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണല്ലോ. അതുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സഹോദരന്മാർ കൂടുതൽ ഉത്ബുദ്ധരാവണം, നന്നായി പഠിക്കണം. നമ്മുടെ ഒരു പരിപാടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ എക്സിബിഷൻ നടന്നല്ലോ. അതിൻ്റെ തുടർ പരിപാടി ഈ വരുന്ന 18-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. തുടർ സംഗമം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമികമായ കാര്യങ്ങളെ അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തെറ്റിദ്ധാരണകളെ തീർക്കാനും ആവുന്നത്ര പരിശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ തമ്പുരാൻ യഥാർത്ഥമായ നിലക്ക് ഇസ്ലാമിനെ ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി അത് പഠിച്ച് അതേപോലെ തന്നെ ജീവിച്ച് മരിച്ച് നല്ലവരോടൊപ്പം അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായ പല സഹോദരന്മാരുമുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവരുണ്ട്, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാൻ എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കുമാറാകട്ടെ. പല നിലക്കും സഹായിച്ച ആളുകളുണ്ട്. ഈ സ്ഥലം തന്നുകൊണ്ട് എല്ലാ പരിപാടികൾക്കും ഈ സ്ഥലം ഇതിനു വേണ്ടി ഒരുക്കി തരികയും ആ രൂപത്തിൽ അതിനെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഉടമയുമുണ്ട്. എല്ലാ ആളുകളെ സംബന്ധിച്ചും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ദീനിൻ്റെ മാർഗത്തിൽ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അതിൽ സംശയമില്ലല്ലോ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കുന്നതാണ്. ദീനിനെ സഹായിച്ചുകൊണ്ടാണല്ലോ ആ സഹായം. ആ നിലക്ക് ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സംസാരത്തിൽ മനഃപൂർവ്വമല്ലാതെ അബദ്ധങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമീനായ തമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ എന്ന് അവസാനമായി ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ യഥാർത്ഥമായ ദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.